നമസ്കാരം. 2007 ഒരു ദിവസം കേണൽ അജയ് സിംഗ് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് നിരത്തിയിട്ടിരിക്കുന്ന ആ ഫോട്ടോഗ്രാഫ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫോട്ടോഗ്രാഫുകളിലേക്ക് നോക്കുന്തോറും കേണൽ അജയ് സിംഗിന്റെ മുഖത്ത് മാംസപേശികൾ വലിഞ്ഞു മുറുകയാണ്. അദ്ദേഹത്തിന് ആ ഫോട്ടോകൾ ശരിക്കും ഒരു ഷോക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. കേണൽ അജയ് സിംഗിന്റെ മേശപ്പുറത്ത് കിടക്കുന്ന ആ ഫോട്ടോകളിൽ കാണുന്നത് ഇന്ത്യൻ ആർമിയിലെ ധീര ജവാന്മാരുടെ ചിത്രങ്ങളാണ്. ആ ജവാന്മാരുടെ ജീവനില്ലാത്ത ബോഡികളുടെ ചിത്രങ്ങളാണ് അവിടെ ഫോട്ടോയായി വന്നിരിക്കുന്നത്. ആ ധീര ജവാന്മാരുടെ ഭൗതിക ശരീരങ്ങളിലേക്ക് നിർനിമിഷനായി കേണൽ അജയ് സിംഗ് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. കേണൽ അജയ് സിംഗിന്റെ മേശപ്പുറത്തുള്ള ആ ചിത്രങ്ങളിലെ ജവാന്മാരുടെ മരണത്തിന് കാരണം നാഗാലാൻഡ് ഏതാണ്ട് അടക്കി ഭരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. 1980-കളിലാണ് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ആ സംഘടന 80-കളുടെ അവസാനത്തിൽ രണ്ടായി പിരിഞ്ഞു. ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് SS ഹാപ്ലാങ് ആണ്. മറുഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് രണ്ട് വ്യക്തികളാണ്. ഒരു ഇസാക് ചിഷ്യസുവും പിന്നെ തിങ്ങാലെങ് മൂവാഹ് എന്ന വ്യക്തിയുമാണ്. ഈ രണ്ട് ഫ്രാക്ഷൻസിനും അവരവരുടേതായ ഐഡിയോളജികളുണ്ട്. ഐഡിയോളജികളിൽ മാത്രമല്ല, അവരുടെ ഏരിയ ഓഫ് ഓപ്പറേഷനിലും അവരുടെ ഓപ്പറേഷന്റെ മെത്തേഡ്സിലൊക്കെ രണ്ട് ധ്രുവങ്ങളിലാണ്. രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന സംഘടനകളാണെങ്കിലും ആ സംഘടനകൾ തമ്മിൽ യോജിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് നാഗാലാൻഡിന്റെ സ്വാതന്ത്ര്യമാണ്. നാഗാലാൻഡിനെ ഇന്ത്യയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഇന്ത്യയിൽ നിന്ന് വേർപെടുന്ന നാഗാലാൻഡിന്റെ ഭാഗവും ആ നാഗാ വംശത്തിൽ താമസിക്കുന്ന ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളും അതുപോലെ മ്യാൻമാറിലെ നാഗ ഏരിയ കൂടെ കൂട്ടിച്ചേർത്ത് അതിവിശാലമായ ഒരു നാഗാ രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് സംഘടനകളുടെയും ടാർഗറ്റ്. പണ്ടുകാലത്ത് അത്തരത്തിലൊരു രാജ്യം ഉണ്ടായിരുന്നു. ബ്രിട്ടന്റെ ഇന്ത്യൻ അധിനിവേശത്തിനിടയിലാണ് അവർക്ക് അവരുടെ രാജ്യം നഷ്ടമാകുന്നത്. ബ്രിട്ടൻ ഇന്ത്യ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ രാജ്യം തിരികെ കിട്ടുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ആ രാജ്യങ്ങളെ ഇന്ത്യ ബലമായി ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കിയതോടുകൂടി സ്വതന്ത്ര നാഗാലാൻഡിന് വേണ്ടിയുള്ള ആഗ്രഹമുള്ള ആളുകൾ പതുക്കെ തീവ്രവാദ സംഘടനകളുടെ ഭാഗമായി. അങ്ങനെയാണ് ഈ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഉണ്ടാവുന്നത്. ആ സംഘടന വിഘടിക്കുന്നതും അതേ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ സംഘടന വിഘടിച്ചുണ്ടായ നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഹാപ്ലാങ് എന്ന ആ സംഘടനയാണ് കേണൽ അജയ് സിംഗിന്റെ മേശപ്പുറത്ത് കിടക്കുന്ന ആ ചിത്രങ്ങളിലെ ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കാരണക്കാർ. ആ ഫോട്ടോയിലേക്ക് കേണൽ അജയ് സിംഗ് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് സാക്ഷാൽ ഏജന്റ് ലിമ കടന്നു വന്നു. ഏജന്റ് ലിമ കേണൽ അജയ് സിംഗിന് ഓപ്പോസിറ്റുള്ള സീറ്റിൽ ഇരുന്നതും കേണൽ അദ്ദേഹത്തിന്റെ മുൻവശത്തിരിക്കുന്ന ഫയല് ഏജന്റ് ലിമയുടെ മുന്നിലേക്ക് നീക്കി വെച്ചു. അതിൽ വ്യക്തമായി ഒരു ഹെഡിങ് എഴുതിയിട്ടുണ്ട്, ഓപ്പറേഷൻ ബ്ലാക്ക് സ്പാരോ. തൊട്ടു താഴെ സീക്രട്ട് എന്നും എഴുതിയിട്ടുണ്ട്. അതൊരു രഹസ്യ ഫയലാണ്. ഓപ്പറേഷൻ ബ്ലാക്ക് സ്പാരോയുടെ ആ ഫയലെ കൈ കിട്ടിയ ഏജന്റ് ലിമ യഥാർത്ഥത്തിൽ ഇസ്രയേലിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് അധിക ദിവസമായിട്ടില്ല. ഇസ്രയേലിലെ മൊസാദാണ് ഇന്ത്യയിലെ NSG കമാൻഡോസിനെ പരിശീലിപ്പിക്കുന്നത്. അതുപോലെ റോയുടെ ഏജന്റുകളെ. അവിടെ അതികഠിനമായ പരിശീലന മുറകളാണ് ഉള്ളത്. അനവധി ടൈപ്പിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനും ഒരുപാട് ആധുനിക ഉപകരണങ്ങൾ പരിചയപ്പെടാനും ഉപയോഗിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ അവർക്ക് അവിടെ കിട്ടും. മരുഭൂമിയിലും കാട്ടിലും എങ്ങനെയാണ് പൊരുതേണ്ടതെന്നുള്ള പരിശീലനവും ഇസ്രയേലാണ് ഇന്ത്യക്ക് നൽകുന്നത്. ആ പരിശീലനം കഴിഞ്ഞതിന് ശേഷം എത്തിയ NSG കമാൻഡോ കൂടിയായ ലിമ കേണൽ അജയ് സിംഗ് മുന്നിലേക്ക് വെച്ച ആ ഫയൽ തുറന്ന് അതിലെ വിവരങ്ങൾ വായിച്ചു. ആ ഫയലിൽ ആ ജവാന്മാരുടെ മരണവുമായി ബന്ധിപ്പിച്ച കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഹാപ്ലാങ്ങിന്റെ പ്രവർത്തകർ നടത്തിയിട്ടുള്ള വിവിധ ആക്ടിവിറ്റീസും വിശദമായി ആ ഫയൽ സൂചിപ്പിക്കുകയാണ്. ആ ഫയല് അവസാനിക്കുമ്പോൾ ഒരു ഫോട്ടോ ലിമ കണ്ടു. വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള നല്ല പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയാണ് ആ ഫയലിന്റെ അവസാനം പിൻ ചെയ്തിരിക്കുന്നത്. ലിമ ആ ഫോട്ടോയിലേക്ക് നോക്കുന്ന കണ്ടതും കേണൽ അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, അതാണ് ജോൺ. അവനാണ് മണിപ്പൂരിനകത്ത് ഈ ഹാപ്ലാങ് ഗ്രൂപ്പിന്റെ സകല ഓപ്പറേഷൻസ് നടത്തുന്നത്. സ്വതന്ത്ര നാഗാലാൻഡ് രൂപീകരിക്കപ്പെട്ടിരുന്ന സംഘടനയുടെ ഫ്രാക്ഷൻസ് അടുത്തുള്ള സ്റ്റേറ്റുകളിലുണ്ട്. അതിന്റെ കാരണം ആ സ്റ്റേറ്റുകളിലൊക്കെ ഉള്ള നാഗാ വംശജരാണ്. മണിപ്പൂരിലെ നാഗാ വംശജരെയും തൊട്ട് സമീപത്തെ സ്റ്റേറ്റുകളിലെ നാഗാ വംശജരെയും കൂടി നാഗാലാൻഡിന്റെ ഭാഗമാക്കി ആ ഏരിയ എല്ലാം കൂടെ ചേർത്ത് ഒരു രാഷ്ട്രമാക്കുക എന്നുള്ളതാണ് ഈ ഭീകര സംഘടനയുടെ ടാർഗറ്റ്. ആ കാര്യം അറിയാവുന്ന ലിമ തന്റെ മുന്നിലുള്ള ആ ഫോട്ടോയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏജന്റ് ലിമ ജോണിന്റെ ആ ഫോട്ടോയിലേക്ക് അങ്ങനെ സൂക്ഷിച്ചു നോക്കിയിരിക്കുമ്പോൾ കേണൽ അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, ഈ നാഗാ പോരാളികളുടെ ഗറില്ല ആക്രമണത്തെ
അങ്ങനെ എളുപ്പം നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റില്ല. അതിന് ഒരു അറുതി വരുത്തണമെങ്കിൽ അവരുമായി ബന്ധമുള്ള ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ വ്യക്തിയാണ് ഈ ജോൺ. ഇവനാണ് മണിപ്പൂരിനകത്ത് ഈ നാഗാ പോരാളികളുടെ സകല ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നത്. ഇവനറിയാതെ മണിപ്പൂരിലോ സമീപ സ്ഥലങ്ങളിലോ ഒരു മിലിറ്റന്റ് ആക്ടിവിറ്റിയും നടക്കത്തില്ല. ഇവനെ നമുക്ക് വേണം. കേണൽ അജയ് സിംഗ് പറയുന്നത് അവിടെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുകയാണ് ലിമ. ലിമ കൗതുകത്തോടെ അജയ് സിംഗിനെ നോക്കിയപ്പോ അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, ലിമ, സാധാരണ ഞാൻ പറയുന്നത് പോലെ അല്ല ഈ കാര്യം. ഇവനെ നമുക്ക് ജീവനോട് വേണം. സാധാരണഗതിയിൽ റോയുടെ സ്പെഷ്യൽ ഏജന്റുകളെ ഓരോ ഡ്യൂട്ടിക്ക് ഇടുമ്പോഴും എതിരാളിയെ വകവരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ എതിരാളിയായി കാണുന്ന വ്യക്തിയെ ഒരു കാരണവശാലും കൊലപ്പെടുത്തരുതെന്നാണ് കേണൽ അജയ് സിംഗ് ലിമയോട് പറയുന്നത്. ആ നാഗാ മിലിറ്റൻസിന്റെ സകല വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ജോണിനെ ജീവനോടെ പിടികൂടണം. ശരിക്കും ഒരു വൻ ടാസ്ക് ആണ് കേണൽ അജയ് സിംഗ് ലിമയ്ക്ക് കൊടുക്കുന്നത്. കേണൽ അജയ് സിംഗ് ജോണിനെ ജീവനോടെ പിടിക്കണമെന്ന് ലിമയോട് പറഞ്ഞപ്പോ ലിമ അജയ് സിംഗിനോട് ചോദിച്ചു, കമാൻഡർ, എന്താ ജോണിന് ജീവനോട് വേണമെന്ന് പറയാൻ കാരണം? ലിമ, ഇവൻ സാധാരണഗതിയിലുള്ള ഒരു മിലിറ്റന്റ് അല്ല. ഇവൻ ശരിക്കും വിദ്യാഭ്യാസം ഉള്ളവനാണ്. ശരിക്കും സ്ട്രാറ്റജിയുടെ ആശാനാണ് ഈ ജോൺ. നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ തിരിച്ചടിയുടെ കാരണം തന്നെ ഇവന്റെ സ്ട്രാറ്റജികളാണ്. ഇവനെ നമ്മൾ അവരുടെ ഇടയിൽ നിന്ന് പോക്കിയാൽ അത് അവന്മാർക്ക് നല്ലൊരു അടിയാണ്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഹാപ്ലാങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഷോർട്ട് നെയിമിൽ NSCN ഹാപ്ലാങ് എന്ന വിളിക്കുക. ആ NSCN ഹാപ്ലാങ്ങിന്റെ നെടും തൂണാണ് ജോൺ. ജോണിന്റെ സ്ട്രാറ്റജിയാണ് ആ ഭീകര സംഘടനയ്ക്ക് നമ്മുടെ പട്ടാളത്തിന് മുകളിൽ ഒരു ആധിപത്യം കൊടുക്കുന്നത്. ആ ആധിപത്യം ഇല്ലാതാക്കണമെങ്കിൽ ജോണിനെ അവിടുന്ന് പിൻവലിക്കണം. വളരെ ആലോചിച്ചുറച്ചാണ് ഇന്ത്യൻ ആർമിയും റോയും കൂടി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. കേണൽ അജയ് സിംഗ് കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കിയതും ലിമ വീണ്ടും ജോണിന്റെ ചിത്രത്തിലേക്ക് നോക്കി. ജോണിന്റെ മുഖത്തേക്ക് നോക്കി അയാളുടെ ഫീച്ചേഴ്സ് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ് ലിമ. ലിമ ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുന്ന കണ്ടതും മേശവലിപ്പിൽ നിന്ന് ഒരു ഫോട്ടോ കൂടി എടുത്ത് കേണൽ ലിമയുടെ മുന്നിലേക്ക് വെച്ചു. ലിമ ആ ഫോട്ടോ കയ്യിലെടുത്തു. ഏകദേശം ഒരു 20-22 വയസ്സ് പ്രായം തോന്നുന്ന സുന്ദരിയായ ഒരു യുവതിയുടെ ചിത്രമാണ് ഇപ്പോ ലിമയുടെ കയ്യിരിക്കുന്നത്. വളരെ കൗതുകത്തോടെ ലിമ ആ യുവതിയുടെ ചിത്രത്തിലേക്ക് അങ്ങനെ നോക്കുന്ന കണ്ടതും കേണൽ അജയ് സിംഗ് ലിമയോട് പറഞ്ഞു, ലിമ, അതാണ് ഇബം ഖാൻ, ജോണിന്റെ ഗേൾ ഫ്രണ്ടാണ്. ജോണ് മിക്കവാറും എല്ലായ്പ്പോഴും അണ്ടർഗ്രൗണ്ടിലായിരിക്കും. അതുകൊണ്ടാണ് ജോണിനടുത്തേക്ക് എത്താനുള്ള മാർഗം എന്ന നിലയിൽ റോ ലിമയ്ക്ക് ആ പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്. ലിമ ഫോളോ ചെയ്യേണ്ടത് ഇബം ഖാലിനെയാണ്. ഇബം ഖാല് വഴിയാണ് ലിമ ജോണിലേക്ക് എത്തേണ്ടത്. കേണൽ അജയ് സിംഗ് ആ കാര്യം ലിമയോട് വ്യക്തമാക്കുകയും ചെയ്തു. സർ, ഞാൻ ഈ പെൺകുട്ടിയെ എങ്ങനെയാ പരിചയപ്പെടേണ്ടത്? ലിമയുടെ ചോദ്യം കേട്ടതും കേണൽ ലിമയോട് പറഞ്ഞു, ലിമ, ഞാൻ നമ്മുടെ വിക്ടറെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിക്ടർ നിനക്ക് ഇവളുടെ താമസ സ്ഥലത്തിന് സമീപത്ത് പ്രവർത്തിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കി തരും. അവിടെ ധാരാളം ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നിനക്ക് വർക്ക് ചെയ്യേണ്ടി വരിക. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ആ സ്പെഷ്യൽ ഏജന്റ് ലിമ മണിപ്പൂരിൽ ആ ജോണിന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീടിന് സമീപത്ത് ഒരു ഹോട്ടലിൽ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് കേണൽ അജയ് സിംഗ് ഇപ്പോൾ ലിമയോട് പറയുന്നത്. ലിമ കൗതുകത്തോടെ അജയ് സിംഗിനെ നോക്കുമ്പോൾ കേണൽ ലിമയോട് പറഞ്ഞു, ലിമ, വിക്ടർ അവിടെയുള്ള മുഴുവൻ ഹോട്ടലുകാരെ കുറിച്ചും നന്നായി തിരക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അയാൾ ഒരു രാജസ്ഥാൻകാരനാണ്. ധാരാളം കോൺട്രാക്ടേഴ്സ് അവിടെ ഹോട്ടൽ നടത്തുന്നുണ്ട്. ഹോട്ടൽ നടത്തുന്ന ആളുകളിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആളുകളും മണിപ്പൂരോ അല്ലെങ്കിൽ സമീപത്തുള്ള ആളുകളാണ്. അവരുടെ ആരുടെയെങ്കിലും ഹോട്ടലിൽ ലിമ ജോലിക്കാരനായി ചെന്നാൽ ചിലപ്പോ ആ വിവരം അവിടെ നിന്ന് ചോർന്ന് ആ ഭീകരന്മാരുടെ കയ്യിലെത്തും. അതുകൊണ്ടാണ് മണിപ്പൂരുകാരനല്ലാത്ത ഒരു ഹോട്ടൽ ഉടമയെ വിക്ടർ കണ്ടുപിടിക്കുന്നത്. ലിമ, വിക്ടർ കണ്ടുപിടിച്ചിരിക്കുന്ന ആ കോൺട്രാക്ടറുടെ പേര് ദേവിലാൽ എന്നാണ്. നീ ദേവിലാലുമായിട്ട് അടുപ്പമുണ്ടാക്കി ദേവിലാലിന്റെ ആ ഹോട്ടലിൽ ജീവനക്കാരനായി ചേരണം. ആ ഹോട്ടലിൽ ഈ ഇബം ഖാൻ പലപ്പോഴും വരാറുണ്ട്. വിക്ടർ വളരെ വിശദമായ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ആ ഹോട്ടൽ ഐഡന്റിഫൈ ചെയ്തതെന്ന് അത് കേട്ടപ്പോൾ ലിമയ്ക്ക് മനസ്സിലായി. ജോണിന്റെ ആ ഗേൾ ഫ്രണ്ട് സ്ഥിരമായി വരുന്ന ഹോട്ടലിൽ ഏതെങ്കിലും ശൈലിയിൽ കയറി പറ്റിയാൽ ആ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ജോണിന്റെ ഗേൾ ഫ്രണ്ടുമായി അടുപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് ലിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ടാർഗറ്റ്. മണിപ്പൂരിൽ ക്യാൻറ്റീൻ നടത്തുന്ന ദേവലാലിന്റെ കുടുംബം യഥാർത്ഥത്തിൽ രാജസ്ഥാനിലെ ജോധ്പൂരിലാണ് ഉള്ളത്. ജോധ്പൂരിൽ ബർക്കത്തുള്ള സ്റ്റേഡിയത്തിന് സമീപത്താണ് ദേവലാലിന്റെ കുടുംബം താമസിക്കുന്നത്. ജോധ്പൂരിലെത്തിയ ലിമ ദേവലാലിന്റെ കുടുംബ പശ്ചാത്തലം
കാര്യമായി ഒന്ന് തിരക്കി അറിഞ്ഞു. കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ മനസ്സിൽ വന്നതും ലിമ ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്തു. ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങിയ ലിമ നേരെ പോയത് ക്രിക്കറ്റ് ബാറ്റൊക്കെ വിൽക്കുന്ന ഒരു കടയിലേക്കാണ്. കാശ്മീരി വില്ലയിലുള്ള ഒരു അടിപൊളി ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിച്ച ലിമ അതുമായി വൈകുന്നേരം ഏകദേശം ഒരു 4 മണിയായപ്പോൾ കുറെ ചെറുപ്പക്കാരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മൈതാനത്തിലെത്തി. ആ മൈതാനത്തിൽ ക്രിക്കറ്റ് ബാറ്റുമായി വന്ന ലിമയെ അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ കാണുകയും ചെയ്തു. പുതിയ ബാറ്റാണ് ലിമയുടെ കയ്യിരിക്കുന്നത്. ലിമയുടെ കയ്യിരിക്കുന്ന ആ പുതിയ ബാറ്റ് കണ്ടതും അവിടെ ഇരിക്കുന്ന പല ചെറുപ്പക്കാരും ലിമയുടെ അടുത്ത് വന്ന് ആ ബാറ്റ് വാങ്ങിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കി. നല്ല സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ബാറ്റ്. ആ ബാറ്റ് കൗതുപൂർവ്വം നോക്കുകയും വായുവിൽ അടിച്ചു നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിലാണ് യഥാർത്ഥത്തിൽ ലിമയുടെ ശ്രദ്ധ മുഴുവൻ. ആ ചെറുപ്പക്കാരൻ ആ ബാറ്റ് വായുവിലൂടെ വീശുകയും ആ ബാറ്റിന്റെ പുറത്തൊക്കെ തടവി നോക്കുകയൊക്കെ ചെയ്യുകയാണ്. വല്ലാത്തൊരു കൗതുകം ആ ബാറ്റിനോട് ആ ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ആ ബാറ്റിനോടുള്ള താല്പര്യം കാണുമ്പോൾ ലിമയുടെ കണ്ണുകളിൽ ചെറിയൊരു പുഞ്ചിരി വിരിയുകയാണ്. സുഹൃത്തെ, ഈ ബാറ്റ് എവിടെന്നാ വാങ്ങിച്ചത്? ഓ, ഞാനിവിടെ ടൗണിൽ നിന്ന് വാങ്ങിച്ചതാണ്, നല്ല ബാറ്റ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും ലിമ ആ ചെറുപ്പക്കാരോട് പറഞ്ഞു, എനിക്കിവിടെ അധികം സുഹൃത്തുക്കളൊന്നുമില്ല, ബാറ്റ് ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ ബാറ്റ് ഇരിക്കില്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ചേരാമല്ലോ. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞതും ലിമ സന്തോഷപൂർവ്വം അവരുടെ ഒപ്പം കൂടി. ലിമയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരൻ ദേവിലാലിന്റെ സഹോദരനാണ്. ദേവിലാലിന്റെ സഹോദരന് പുതിയ ബാറ്റുകളോടുള്ള ഒരു ഇഷ്ടം ലിമ ശരിക്കും അന്വേഷിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ബാറ്റ് വാങ്ങി അവിടെ എത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ലിമ ആ ബാറ്റുമായി എത്തും. ലിമയ്ക്ക് സ്ക്വയർ കട്ടും സ്ട്രെയിറ്റ് ഡ്രൈവും അതുപോലെ കവർ ഡ്രൈവും ഒക്കെ കളിച്ച് നല്ല പരിചയമുണ്ട്. ആ പുതിയ ബാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലിമ ആ കവർ ഡ്രൈവുകളും സ്ക്വയർ കട്ടുകളും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കളിക്കുന്ന ചെറുപ്പക്കാർക്ക് ലിമയോട് ഒരു അടുപ്പ് ഫീൽ ചെയ്ത് തുടങ്ങി. ഏകദേശം ഒരു 3-4 ദിവസം അങ്ങനെ കടന്നങ്ങ് പോയി. ഇതിനിടയിൽ പലപ്പോഴും ആ ചെറുപ്പക്കാരൻ ബാറ്റ് ചെയ്യാനായിട്ട് ലിമയുടെ ബാറ്റ് വാങ്ങാറുണ്ട്. ലിമ സന്തോഷവും കൊടുക്കുകയും ചെയ്യും. ആ ബാറ്റ് ഉപയോഗിച്ച് കളിക്കുമ്പോൾ അവന് കൂടുതൽ റൺസ് നേടാൻ പറ്റുകയാണ്. അവൻ 1-2 കൂറ്റൻ സിക്സുകൾ അടിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അതൊക്കെ ആ ചെറുപ്പക്കാരന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അവൻ അത് ലിമയോട് പങ്കുവെക്കുകയും ചെയ്തു. ലിമയും ആ ചെറുപ്പക്കാരനും തമ്മിലുള്ള അടുപ്പം അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ആ ചെറുപ്പക്കാരൻ ലിമയോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് എന്താ ജോലി? അയ്യോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ശരിക്കും ഞാൻ ജോലി ചെയ്തുകൊണ്ട സ്ഥലത്ത് ഉടമ ആ സ്ഥാപനം അടച്ചു പൂട്ടിയപ്പോഴാണ് ഞാനൊന്ന് കറങ്ങാൻ ഇറങ്ങിയത്. ഇനി എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് എന്ത് ജോലിയാണ് അറിയാവുന്നത്? ഞാൻ എന്ത് ജോലിയും ചെയ്യും, പ്രത്യേകിച്ചും ഈ ഹോട്ടലുമായി ബന്ധിപ്പിച്ച കാര്യങ്ങൾ അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കുറെ വർഷം ഒരു ഹോട്ടലായിരുന്നേ. ലിമ അത് പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ലിമയോട് പറഞ്ഞു, അതെന്തായാലും നന്നായി. എന്റെ ചേട്ടൻ അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് ഒരാളെ ആവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ട് കുറെ ദിവസമായി. ശരിക്കും നല്ലൊരാളെ റിക്രൂട്ട് ചെയ്യാൻ ചേട്ടനോട് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ ചേട്ടന്റെ ഹോട്ടൽ ഇവിടെയാണോ? ചേട്ടന്റെ ഹോട്ടൽ ഇവിടെയല്ല, അതങ്ങ് മണിപ്പൂരിലാണ്. മണിപ്പൂരിലോ? അത്ര ദൂരം പോണോ? ലിമ, ജോലി ഉള്ളിടത്തല്ലേ പോകേണ്ടത്. അവന്റെ ചേട്ടന്റെ ഹോട്ടല് മണിപ്പൂരിലാണെന്ന് കേട്ടപ്പോ ലിമയ്ക്ക് ഒരു വിഷമം ഉള്ളതുപോലെ ലിമ അഭിനയിക്കുകയും ചെയ്തു. എന്തായാലും ദേവിലാലിന്റെ സഹോദരൻ ലിമയെ നിർബന്ധിച്ച് അവന്റെ സഹോദരന്റെ ഹോട്ടലിൽ നിൽക്കാനുള്ള പരുവത്തിലെത്തിച്ചു. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്നൊക്കെ പറയും പോലെ വളരെ വിദഗ്ധമായിട്ട് ലിമ ദേവിലാലിന്റെ സഹോദരനെ കൊണ്ട് അവനെ റിക്രൂട്ട് ചെയ്യിപ്പിച്ചു. ലിമ സമ്മതിച്ചതും ദേവിലാലിന്റെ സഹോദരൻ ലിമയും കൊണ്ട് ജോധ്പൂരിൽ നിന്ന് നേരെ ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു. ദില്ലിയിലെത്തിയ അവർ അവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ ആസാം തലസ്ഥാനമായ ഗോഹട്ടിലേക്ക് തിരിച്ചു. ഗോഹട്ടിയിലെത്തിയ അവർ അവിടെ നിന്ന് മറ്റൊരു ട്രെയിനിൽ ദിമാപൂരിലെത്തി. ദിമാപൂരിൽ നിന്ന് മണിപ്പൂരിലേക്കുള്ള യാത്ര ബസ്സിലാണ്. ദിമാപൂരിൽ നിന്ന് മണിപ്പൂരിലേക്കുള്ള ആ ബസ് യാത്ര അത്ര സുഖകരമായ ഒരു യാത്രയൊന്നുമല്ല. ദിമാപൂരിൽ നിന്ന് മണിപ്പൂർ തലസ്ഥാനത്തേക്ക് ആ ബസ് എത്തുന്നതിനിടയിൽ പല തവണ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആ ബസ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. മിലിറ്റൻസിന് പല സ്ഥലത്തും ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇന്ത്യൻ സ്റ്റേറ്റിനകത്ത് സ്വന്തം ചെക്ക് പോസ്റ്റ് ഉള്ള ഭീകര സംഘടനകൾ ഉണ്ടെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ബസ് തടഞ്ഞു നിർത്തുന്ന മിലിറ്റൻസ് ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും അവരുടെ ID കാർഡ് ആ മിലിറ്റൻസിനെ കാണിക്കണം. ആ ഭീകരന്മാർക്ക് ആ ID കാർഡിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ ആളെ മണിപ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. ലിമയും ആ ദേവിലാലിന്റെ സഹോദരനും ഇരിക്കുന്ന സീറ്റിലേക്ക് ബസ് തടഞ്ഞു നിർത്തിയ ഭീകരന്മാരിൽ ഒരാൾ നടന്നെത്തി. അവന്റെ കയ്യിൽ അസൾട്ട് റൈഫിളുണ്ട്. അവന്റെ പുറകിലായി വേറെയും 2 ഭീകരന്മാരുണ്ട്. അവരും അസൾട്ട് റൈഫിളുകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ബസ്സിനകത്തേക്ക് ആ ഭീകരന്മാർ കയറുമ്പോൾ തന്നെ തികഞ്ഞ നിശബ്ദത ബസ്സിനകത്തുണ്ട്. ഓരോ ആളിന്റെയും ID കാർഡ് വാങ്ങിച്ചു നോക്കിയാണ് ആ ഭീകരൻ ലിമയുടെ അടുത്തെത്തിയത്.
ലിമ അയാൾ ചോദിച്ചതും അയാളുടെ ID കാർഡ് കൊടുത്തു. ലിമയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ID കാർഡ് റോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ID കാർഡിലെ ആ ഫോട്ടോയിലേക്കും ലിമയുടെ മുഖത്തേക്കും നോക്കിയതിനു ശേഷം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആ ID കാർഡ് ആ ഭീകരൻ ലിമയ്ക്ക് തിരിച്ചു കൊടുത്തു. ആ കാർഡ് തിരിച്ചു കൊടുത്തിട്ട് നടക്കാൻ തുടങ്ങിയ ആ ഭീകരൻ പെട്ടെന്ന് ലിമയോട് പറഞ്ഞു, ആ ബാഗിങ് ഇതാ. ലിമയുടെ മടിയിൽ അയാളുടെ ബാഗ് ഇരിക്കുകയാണ്. ലിമയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ആ ഭീകരൻ ലിമയുടെ മടിയിൽ നിന്ന് ആ ബാഗ് എടുത്തു. ആ ബാഗിന്റെ അകത്തെ ഒരു സ്പെഷ്യൽ അറയിൽ ലിമ ഒരു കത്തി സൂക്ഷിച്ചിട്ടുണ്ട്. അതിനു പുറമെ അതേ അറയ്ക്കുള്ളിൽ തന്നെ ഒരു മൈക്രോചിപ്പും ലിമ സൂക്ഷിച്ചിട്ടുണ്ട്. ആ കത്തിയും മൈക്രോചിപ്പും ഭീകരന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രശ്നമാകുമെന്ന് ലിമയ്ക്ക് അറിയാം. പക്ഷേ ലിമയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുമ്പോൾ ആ ഭീകരൻ ആ ബാഗ് പരിശോധിച്ചു തുടങ്ങിയാണ്. ആ ബാഗിനകത്ത് തുണിയും അത്യാവശ്യ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ആ തുണിയും മറ്റ് സാധനങ്ങളൊക്കെ പരിശോധിച്ച ആ ഭീകരൻ ലിമയുടെ ഭാഗ്യത്തിന് ആ ബാഗിന്റെ അടിയിൽ പ്രത്യേകം നിർമ്മിച്ചിരുന്ന അറയിലേക്ക് നോക്കിയതേയില്ല. അവൻ ആ ബാഗ് തിരിച്ചു കൊടുത്തു. ദിമാപൂരിൽ നിന്ന് ഇംഫാലിലേക്കുള്ള ആ യാത്രക്കിടയിൽ പിന്നീട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇടയ്ക്കിടയ്ക്ക് മിലിറ്റൻസ് ചെക്ക് പോസ്റ്റുകൾ ഉണ്ടെങ്കിലും അവര് പരിശോധിക്കപ്പെട്ട ബസ്സാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അധികം ചെക്കിങ്ങിനൊന്നും തുനിയാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ലിമയും സുഹൃത്തും ദേവലാലിന്റെ കടയിലെത്തി. ദേവലാലിന്റെ ആ ക്യാൻറ്റീൻ അത്യാവശ്യം വലിപ്പമുള്ള ക്യാൻറ്റീനാണ്. മിക്കവാറും എല്ലായ്പ്പോഴും 10-30 കസ്റ്റമേഴ്സ് ആ ക്യാൻറ്റീനിൽ ഉണ്ടാവും. ആ ക്യാൻറ്റീനിൽ കസ്റ്റമേഴ്സ് ഇരിക്കുന്ന പ്ലേസും കിച്ചണും തമ്മിൽ ഒരു ചുവര് കൊണ്ട് വേർതിരിച്ചിട്ടുണ്ട്. ദേവലാൽ ആ ക്യാൻറ്റീനിലെ ജീവനക്കാരുമായി നല്ല അടുപ്പം പുലർത്തുന്ന ആളാണ്. നന്നായി തമാശ പറയുന്ന ആൾ കൂടിയാണ് ദേവലാൽ. ദേവലാലിന്റെ സഹോദരൻ കൊണ്ടുവന്ന ലിമയെ കണ്ടപ്പോ ഒന്ന് ചിരിച്ചു. അതിനുശേഷം ലിമയെ അയാൾ അകത്തേക്ക് വിളിച്ചു. ദേവലാല് ലിമയും കൊണ്ടുപോയത് ഒരു ചെറിയ മുറിയിലേക്കാണ്. അവിടെയുള്ള സ്വിച്ചിൽ ദേവലാൽ വിരൽ അമർത്തിയപ്പോൾ 3-4 തവണ കത്തി അണയുകയും ചെയ്തതിനു ശേഷം ഒരു ട്യൂബ് ലൈറ്റ് കത്തി. ആ ചെറിയ റൂമാണ് ദേവലാൽ ലിമയ്ക്ക് അലോട്ട് ചെയ്തത്. ദേവലാല് ലിമയോട് പറഞ്ഞു, ഇന്നിപ്പോ നീ പണിയൊന്നും ചെയ്യണ്ട, നാളെ രാവിലെ മുതൽ നിന്റെ ജോലി ആരംഭിക്കും. അങ്ങനെ ലിമയുടെ ആ ക്യാൻറ്റീൻ ജീവിതം ആരംഭിക്കുകയാണ്. ക്യാൻറ്റീൻ ജോലി ഏറ്റെടുത്ത ലിമ അതിവേഗം തന്നെ അവിടെയുള്ള പ്രധാന കുക്കുമായി ഒരു ബന്ധമുണ്ടാക്കി. മണിപ്പൂരി ഭാഷ പഠിക്കാനുള്ള കൗതുകം എന്ന് പറഞ്ഞിട്ടാണ് ലിമ ആ കുക്കുമായി ബന്ധം ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ കുക്കുമായി പതുക്കെ തനിക്കറിയാവുന്ന രീതിയിലേക്ക് സംസാരിച്ചു തുടങ്ങുമ്പോൾ ലിമ ഒരു കാര്യം മനസ്സിലാക്കി. അവിടത്തുകാർക്ക് ജിലേബി വലിയ ഇഷ്ടമാണ്. പക്ഷെ ആ ക്യാൻറ്റീൻ്റെ അകത്ത് ജിലേബി ഉണ്ടാക്കാൻ അറിയാവുന്ന ആരുമില്ല. അത് കേട്ടതും ലിമ ആ മണിപ്പൂരി കുക്കിനോട് പറഞ്ഞു, എനിക്ക് ജിലേബി ഉണ്ടാക്കാൻ അറിയാം. സത്യമാണോ? എന്നാൽ നീ ഉണ്ടാക്കി കാണിക്കും. ആ ചീഫ് കുക്ക് അങ്ങനെ പറഞ്ഞതും ലിമ തന്റെ ജിലേബി ഉണ്ടാക്കാനുള്ള സ്കില്ല് അവിടെ പ്രദർശിപ്പിച്ചു. ശരിക്കും നന്നായി ജിലേബി ഉണ്ടാക്കാൻ ലിമയ്ക്ക് അറിയാം. അതെന്തായാലും ആ അടുക്കളയിൽ ലിമയ്ക്ക് പ്രയോജനപ്പെട്ടു. ലിമ ഉണ്ടാക്കിയ ജിലേബിക്ക് നല്ല സ്വാദുമുണ്ട്. പെട്ടെന്നാണ് ഒരു മാസ്റ്റർ ജിലേബി മേക്കറായി ലിമ മാറുന്നത്. 1-2 ദിവസം കൊണ്ട് തന്നെ ജിലേബി മേക്കർ ലിമ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു ഇഷ്ട കഥാപാത്രമായി മാറി. ജിലേബി അവർക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് മറ്റേതെങ്കിലും നഗരങ്ങളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന് വിൽക്കുന്ന പതിവാണ് ഉള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതാ ഫ്രഷ് ജിലേബി ഉണ്ടാക്കാൻ ഒരാൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരമറിഞ്ഞ് മറ്റ് കടകളിലൊക്കെ പോകുന്ന ആളുകൾ പോലും പതുക്കെ ദേവലാലിന്റെ കടയിൽ എത്തിത്തുടങ്ങി. ജിലേബി ഉണ്ടാക്കുന്ന പ്രക്രിയക്കിടയിൽ തന്നെ ലിമ ക്യാൻറ്റീനിൽ സെർവ് ചെയ്യാനും നിൽക്കുന്നുണ്ട്. കസ്റ്റമേഴ്സുമായി കണക്ഷൻ ഉണ്ടാക്കാനാണല്ലോ യഥാർത്ഥത്തിൽ ലിമ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു അവസരവും ലിമ ഒഴിവാക്കാറില്ല. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച ലിമ കസ്റ്റമേഴ്സിന് ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രധാന വാതിലിലൂടെ ഒരു സുന്ദരി അകത്തേക്ക് വരുന്നത് ലിമ കണ്ടു. ആ സുന്ദരിയെ കണ്ടപ്പോൾ തന്നെ ലിമയ്ക്ക് ആളെ മനസ്സിലായി. കേണൽ അജയ് സിംഗ് ലിമയെ കാണിച്ച ആ ഫോട്ടോയിലുള്ള യുവതിയാണ് അകത്തേക്ക് കടന്നു വരുന്ന ആ സുന്ദരി. ആ സുന്ദരി ജീൻസും പച്ച കുർത്തയുമാണ് ധരിച്ചിരിക്കുന്നത്. കഴുത്തിൽ അലസമായി ഒരു ഷോളും ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോ ലിമയുടെ മനസ്സിൽ ഹിന്ദി സിനിമാ താരം പൂജ ഭട്ടാണ് കടന്നു വന്നത്. പൂജ ഭട്ടിന്റെ നല്ല സമയത്ത് പൂജ ഭട്ട് എങ്ങനെയായിരുന്നു അതുപോലെയാണ് ആ പെൺകുട്ടി. ലിമ കൗതുകത്തോടെ ആ പെൺകുട്ടിയെ നോക്കിയിട്ട് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളോട് ചോദിച്ചു, മാഡം എന്താ വേണ്ടേ? എനിക്ക് ഒരു പ്ലേറ്റ് ടാനും ചാങ്കാങ്ങും പിന്നെ പീ ഡാലുമാണ് വേണ്ടത്. ടാൻ എന്ന് മണിപ്പൂരി ഭാഷയിൽ പറയുന്നത് നമ്മുടെ പൂരിയാണ്. ചാങ് കാങ് എന്ന് പറയുന്നത് ബ്ലാക്ക് ടീ ആണ്. മറ്റത് പരിപ്പ് കറിയാണ്. പിന്നെ ഇത് എനിക്ക് എൻ്റെ ഷോപ്പിൽ നിന്ന് എത്തിച്ചു തരണം. അവിടെ സ്ഥിരമായി വരുന്ന പെൺകുട്ടിയാണ് അവളെന്ന് അവളുടെ സംഭാഷണം വിളിച്ചു പറയുന്നുണ്ട്. അത് കേട്ടതും ലിമ അവളോട് പറഞ്ഞു, ഓക്കെ, ഉറപ്പായി ഞാൻ എത്തിക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവളുടെ ഷോപ്പിൽ ലിമ ആ സാധനങ്ങളുമായി എത്തി. അത് ഗിഫ്റ്റ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കടയാണ്.
ലിമ ചെല്ലുമ്പോൾ അവളുടെ മുന്നിൽ ഒരു കസ്റ്റമർ ഉണ്ട്. ലിമയെ കണ്ടതും ചിരിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ അവള് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ലിമ അവൾ പറഞ്ഞനുസരിച്ച് അല്പം മാറി നിന്ന് ആ കടയ്ക്കകത്തുള്ള ഓരോ സാധനങ്ങളും അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ പെൺകുട്ടി ആ കസ്റ്റമറെ യാത്ര ആക്കിയതിന് ശേഷം ലിമയുടെ അടുത്തേക്ക് വന്നു. ലിമ സാധനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തതും അവള് അതിന്റെ വില ലിമയ്ക്ക് കൊടുക്കുകയും ചെയ്തു. ലിമ ചിരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും കടയിലേക്ക് മടങ്ങി. ആ പെൺകുട്ടിയുമായിട്ടാണ് ലിമ ബന്ധം ഉണ്ടാക്കേണ്ടത്. പക്ഷേ ആദ്യത്തെ ദിവസത്തിൽ തന്നെ കയറി ഗോൾ അടിച്ചാൽ അത് ചിലപ്പോ സെൽഫ് ഗോളായി പോകുമെന്ന് ലിമയ്ക്ക് അറിയാം. അതുകൊണ്ടാണ് കൂടുതൽ താല്പര്യമൊന്നും കാണിക്കാതെ ലിമ ക്യാൻറ്റീനിലേക്ക് മടങ്ങിയെത്തിയത്. അന്ന് രാത്രി എല്ലാവരും ഉറക്കമായതും ലിമ അവന്റെ ആ ബാഗ് തുറന്ന് ആ ബാഗിനകത്തെ രഹസ്യ അറ ഓപ്പൺ ചെയ്തു. രഹസ്യ അറ ആ ബാഗിൽ വളരെ വിദഗ്ധമായി പല ഭാഗത്തായിട്ടാണ് തുന്നി ചേർത്തിരിക്കുന്നത്. ആ രഹസ്യ അറകളിൽ നിന്ന് ചില സാധനങ്ങളൊക്കെ ലിമ പുറത്തെടുത്തു. അല്പസമയം കഴിഞ്ഞതും അതൊരു മൊബൈൽ ഫോണായി മാറി. ലിമ ആ ഫോണിലൂടെ ഒരു നമ്പറിലേക്ക് വിളിച്ചു. കണക്ട് ചെയ്യപ്പെട്ടത് വിക്ടറിലാണ്. വിക്ടറിനോടാണ് ലിമ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആ ഇംഫാലിൽ തന്നെയാണ് വിക്ടറിന്റെ ആസ്ഥാനവും. ലിമ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ വിക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ശ്രദ്ധിച്ചു മാത്രം മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് വിക്ടർ ലിമയ്ക്ക് കൊടുത്തത്. മിലിറ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ജോൺ. ആ ജോണിന്റെ ഗേൾഫ്രണ്ടാണ് ആ ഗിഫ്റ്റ് ഷോപ്പ് നടത്തുന്ന പെൺകുട്ടി. ആ ഗിഫ്റ്റ് ഷോപ്പിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ആളുകളെ അതുകൊണ്ട് തന്നെ മിലിറ്റൻസിന്റെ രഹസ്യചാരന്മാർ നിരീക്ഷിക്കാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. അവർക്ക് ലിമയിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അവിടെ ലിമ അവസാനിക്കും. ആ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് വിക്ടർ ലിമയോട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഉപദേശിച്ചത്. ലിമയ്ക്കും അത് മനസ്സിലായി. അവരുടെ ഫോൺ സംഭാഷണം അവസാനിച്ചതും ലിമ ആ ഫോണ് വീണ്ടും പഴയതുപോലെ മാറ്റി ആ ബാഗിന്റെ രഹസ്യ അറകൾക്ക് ഉള്ളിലേക്ക് ഒളിപ്പിച്ചു. ലിമ ആ ക്യാൻറ്റീനിലെ ഒരു ജോലിക്കാരനാണ്. അയാളുടെ കൈവശം ആ ശൈലിയിൽ ഒരു മൊബൈൽ ഇരിക്കുന്ന കാര്യം ദേവലാലോ ആ സ്ഥാപനത്തിലെ മറ്റേതെങ്കിലും ജോലിക്കാരോ അറിഞ്ഞാൽ ചിലപ്പോ ആ വിവരം ഭീകരന്മാരുടെ ചെവിയിലെത്തും. ആ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരോ അവിടെ വരുന്ന കസ്റ്റമേഴ്സോ ചിലപ്പോ മിലിറ്റൻസിന്റെ ചാരന്മാരാകാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ലിമയ്ക്ക് ഓരോ കാര്യവും ചെയ്യാൻ പറ്റും. ആ ക്യാൻറ്റീനിലെ കിച്ചനകത്ത് ജിലേബി ഉണ്ടാക്കുന്ന പ്രക്രിയയിൽ വ്യാപൃതനായിരിക്കുന്ന ലിമ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ നിന്ന് ആ ക്യാൻറ്റീൻ്റെ പ്രധാന ഭാഗത്തേക്ക് വരും. ഫ്രഷ് എയർ ശ്വസിക്കാൻ എന്നുള്ള മട്ടിലാണ് അയാൾ പുറത്തേക്ക് വരുന്നത്. ദേവലാൽ ശരിക്കും ഒരു നല്ല ടാസ്ക് മാനേജറാണ്. അയാൾ അവിടെയുള്ള കസ്റ്റമേഴ്സിനും ജീവനക്കാരെയും നന്നായി നിരീക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ലിമ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും ഫ്രഷ് എയർ ശ്വസിക്കുന്നതും ഒക്കെ ദേവലാലിന്റെ ശ്രദ്ധപ്പെടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാക്ഷാൽ ഇബംഫാൽ അകത്തേക്ക് വരുന്നത്. ആ ഗിഫ്റ്റ് ഷോപ്പ് നടന്ന പെൺകുട്ടി അകത്തേക്ക് വരുന്ന അതേ സമയത്താണ് കിച്ചണിൽ നിന്ന് ലിമ ആ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ സമയത്ത് ആ ഗിഫ്റ്റ് ഷോപ്പിലെ പെൺകുട്ടിയെയും ലിമയും ദേവലാൽ കാണുകയും ചെയ്തു. അവളെ കണ്ടതും ധൃതിയിൽ ലിമ അവളുടെ അടുത്തെത്തി. ലിമയുടെ ആ ധൃതി സ്വാഭാവികമായും ദേവലാൽ നോട്ടീസ് ചെയ്യുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ അടുത്തെത്തിയ ലിമ അവളോട് ചോദിച്ചു, മാഡം എന്താ വേണ്ടത്? അങ്ങനെ ലിമ ചോദിച്ചതും ആ പെൺകുട്ടി കുറെ സാധനങ്ങളുടെ പേരുകൾ ലിമയോട് പറഞ്ഞു. അത് കേട്ടതും ലിമ അവളോട് ചോദിച്ചു, അല്ല മാഡം വല്ല ആഘോഷം സംഘടിപ്പിക്കാൻ പോവുകയാണോ? ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണല്ലോ. ആ എന്റെ സുഹൃത്തുക്കളൊക്കെ വരുന്നുണ്ട്. ചിരിച്ചുകൊണ്ടാണ് ഇബംഫാൽ എന്ന പെൺകുട്ടി അങ്ങനെ പറഞ്ഞത്. അവളെ കാണാൻ അവളുടെ സുഹൃത്തുക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ ലിമയുടെ ഉള്ളിലൂടെ ശരിക്കൊരു കറണ്ട് പാസ് ചെയ്തു. അവളുടെ ബോയ് ഫ്രണ്ടാണ് ജോൺ. അവളുടെ വീട്ടിൽ നടക്കുന്ന ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവളുടെ ബോയ് ഫ്രണ്ടായ ജോണ് വരാതിരിക്കുമോ? അങ്ങനൊരു ചിന്ത ലിമയുടെ മനസ്സിലേക്ക് വന്നപ്പോൾ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിയുമായി അടുപ്പം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത ലിമയുടെ മനസ്സിലേക്ക് ആ സമയത്ത് തന്നെ കടന്നു വരികയാണ്. ലിമ ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയോട് പറഞ്ഞു, മാഡം എനിക്ക് ഈ ലോക്കൽ ഭാഷ അത്രയും കണ്ട് വഴങ്ങില്ല, എന്നെ അതൊന്ന് പഠിപ്പിച്ചു തരാവോ? ശരിക്കും ഒരു നിഷ്കളങ്കനായ ആളിന്റെ ശൈലിയിൽ ലിമ അങ്ങനെ ചോദിച്ചതും ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, പിന്നെന്താ, ഞാൻ പഠിപ്പിക്കാമല്ലോ. പക്ഷേ പഠിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ ഷോപ്പിൽ വരേണ്ടി വരും. താല്പര്യമുണ്ടെങ്കിൽ നാളെ തന്നെ വാ. മണിപ്പൂരുകാരനല്ലാത്ത ഒരാള് മണിപ്പൂർ ഭാഷ പഠിക്കാൻ കാണിക്കുന്ന താല്പര്യം ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവളുടെ മറുപടി വിളിച്ചു പറയുകയാണ്. അവള് സന്തോഷത്തോടു കൂടിയാണ് ലിമയുടെ ആ ആവശ്യം അംഗീകരിച്ചത്. ലിമയോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം അവള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലിമയെ നോക്കി കൈ കാണിച്ചു. ലിമയും അവളെ നോക്കി ടാറ്റ കാണിക്കുകയാണ്. അവള് കണ്ണീന്ന് മറയുന്നവരെ ലിമ അവിടെ നിന്ന് ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാറ്റ കാണിച്ചുകൊടുന്ന ലിമ
തിരിഞ്ഞതും സാക്ഷാൽ ദേവലാലിന്റെ പുറത്ത് കയറിയിടിച്ചു. ദേവലാല് ലിമയും ആ പെൺകുട്ടിയും കുറെ നേരമായി നിരീക്ഷിക്കുകയാണ്. ഇതുപോലുള്ള അനവധി കലാപരിപാടികൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ് ദേവലാൽ. ദേവലാല് ചിരിച്ചുകൊണ്ട് ലിമയുടെ മുഖത്തേക്ക് നോക്കി. എന്താണ്? ദേവലാല് ആ ജീവനക്കാരുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അയാൾ നന്നായി തമാശ പറയുകയും ചെയ്യും. അവിടെ ജോലിക്ക് വന്നിട്ട് അധിക ദിവസമായിട്ടില്ലാത്ത ലിമയും ആ ഹോട്ടലിലെ കസ്റ്റമറായ ആ പെൺകുട്ടിയും തമ്മിൽ ഒരു ബന്ധം ഉടലെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ദേവലാലിന് മറ്റാരുടെ സഹായമൊന്നും വേണ്ട. ലിമയ്ക്കും ആ പെൺകുട്ടിക്കും ഇടയിൽ ഒരു പ്രണയം പൊട്ടിവിരിയുകയാണെന്ന് ദേവലാലിന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ദേവലാൽ ലിമയെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരി ഒരു വല്ലാത്ത ചിരിയാണ്. തനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടെന്ന് ലിമയെ ബോധ്യപ്പെടുത്താനുള്ള ദേവലാലിന്റെ ഒരു ചിരിയാണ്. ലിമ ഒരു പരുവത്തിൽ ദേവലാലിന്റെ അടുത്തുനിന്ന് കിച്ചണിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ദേവലാലിന്റെ മുന്നിൽ ലിമ ശരിക്കും ദേവലാൽ മനസ്സിൽ എന്താണോ കരുതുന്നത് അത് ശരിയാണെന്ന് തോന്നുന്ന ശൈലിയില അഭിനയിച്ചത്. ലിമയും ആ പെൺകുട്ടിയുമായി ഒരു അടുപ്പം ഉണ്ടായി തുടങ്ങിയെന്ന ഒരു തോന്നൽ ദേവലാലിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് താനായിട്ട് പൊളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാണ് ലിമ ആ ശൈലിയിൽ ഒന്ന് ആക്ട് ചെയ്തത്. പിറ്റേന്ന് കടയിലേക്ക് ചെന്നാൽ മണിപ്പൂരി ഭാഷ പഠിപ്പിച്ചു കൊടുക്കാമെന്നാണ് ഇബംഭാൽ ലിമയോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ കടയിലേക്ക് ക്യാൻറ്റീനിൽ നിന്ന് എങ്ങനെ പോകും? ഒരു കാര്യമില്ലാതെ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി ആ കടയിൽ പോയി ഇരിക്കാൻ പറ്റൂ? ദേവലാലാണെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ ലിമയുടെ കാര്യത്തിൽ കൊടുക്കുകയാണ്. അയാള് ആളുകളെ ജോലിക്ക് വെച്ചിരിക്കുന്നത് കടയിലെ ജോലി നടക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അവിടെ വരുന്ന കസ്റ്റമർ പ്രണയിക്കാനല്ല. ആ കാര്യം ദേവലാല് ഏതാണ്ട് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ലിമയോട് പിന്നീട് പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ദേവലാലിന്റെ ശ്രദ്ധയപ്പെടാതെ കടയിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കണമെന്നതിനെ കുറിച്ചാണ് ലിമ ആലോചിക്കുന്നത്. അപ്പോഴാണ് ലിമ ആ കാര്യം കണ്ടത്. ക്യാൻറ്റീനിലേക്ക് ആവശ്യമായ സാധനം വാങ്ങാനായി ആ ക്യാൻറ്റീനിലെ ഒരു ജീവനക്കാരൻ പുറത്തേക്ക് പോകാൻ പോകുന്ന കാഴ്ച കണ്ടതും ലിമ ഓടി അവന്റെ അടുത്തെത്തി. ലിമ അവനോട് പറഞ്ഞു, ഭായ്, ഞാൻ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരാം. അത് പറ്റത്തില്ല, എന്നെ മുതലാളി വഴക്കുറയും. ഞാൻ സാധനം വാങ്ങിച്ചോണ്ട് വരാം, തിരിച്ചു വരുമ്പോ ഞാൻ നിനക്കൊരു ബിയറും കൊണ്ടുവരാം. ബിയർ എന്ന് കേട്ടപ്പോ ആ ചെറുപ്പക്കാരൻ അങ്ങ് അയഞ്ഞു. അവൻ ബിയറിൽ വീണു എന്ന് മനസ്സിലായതും ലിമ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റും പണവും താക്കോലും പിടിച്ചു വാങ്ങിച്ചിട്ട് വാഹനം എടുത്ത് അതിവേഗം പുറത്തേക്കിറങ്ങി. ലിമ ആ കടയിൽ നിന്ന് നേരെ പോയത് ആ പെൺകുട്ടിയുടെ ഷോപ്പിനടുത്തേക്കാണ്. ഷോപ്പിനടുത്ത് വാഹനം നിർത്തി ഷോപ്പിലേക്ക് കടന്ന ലിമയെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. ലിമ അവളോട് പറഞ്ഞു, ഞാനേ ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്, നിനക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ എന്നോട് വാ. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ലിമ അങ്ങനെ അവളോട് പറഞ്ഞത്. അവള് ഒരു നിമിഷം ലിമയെ നോക്കിയിട്ട് കട ഷട്ടർ ഇട്ടിട്ട് ലിമയ്ക്കൊപ്പം വാഹനത്തിലേക്ക് കയറി. അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ ടൗണിലേക്ക് തിരിച്ചു. ലിമയ്ക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ അവളും കൂടി ലിമയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ലിമയും കൂടി ചേർന്ന് വാങ്ങിച്ചു. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അവര് വഴിക്ക് കണ്ട ഒരു പാർക്കിനടുത്ത് വാഹനം നിർത്തി ലിമ ഇറങ്ങുമ്പോൾ ലിമയ്ക്കൊപ്പം അവളും ഇറങ്ങി. കുറച്ചു നേരം ആ പാർക്കിൽ ഇരിക്കാമെന്ന് ലിമ പറഞ്ഞപ്പോൾ അവൾ അങ്ങ് സമ്മതിച്ചു. ലിമയുടെ ഓപ്പോസിറ്റ് ആണ് അവൾ ഇരിക്കുന്നത്. ലിമയ്ക്ക് അത്യാവശ്യം വേണ്ട മണിപ്പൂരി ഭാഷയൊക്കെ അവള് പറഞ്ഞു കൊടുത്തു തുടങ്ങിയപ്പോൾ ലിമ അവൻ അറിഞ്ഞ ചില കാര്യങ്ങൾ അവളുമായി പങ്കുവച്ചു. ആ ക്യാൻറ്റീനിൽ പല ആളുകളും വരാറുണ്ട്. അങ്ങനെ വരുന്നവരുടെ കൂട്ടത്തിൽ മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ആളുകളുമുണ്ട്. അവരിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് ലിമ ചില കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടിയോട് പങ്കുവച്ചത്. ലിമ അവളോട് പങ്കുവച്ച ഒരു പ്രധാന കാര്യം അടുത്ത കാലത്തായി ഒരു ഭീകരൻ ആർമിക്ക് മുന്നിൽ കീഴടങ്ങിയ കാര്യമാണ്. ആർമിക്ക് മുന്നിൽ കീഴടങ്ങിയ ആ ഭീകരനെ മിലിറ്ററി മാപ്പുസാക്ഷിയാക്കുകയും അവന് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും മിലിറ്ററിയുടെ സംരക്ഷണത്തിൽ അവനെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു എന്നാണ് ലിമ അവളോട് പറഞ്ഞത്. അത് കേട്ടപ്പോ ആ പെൺകുട്ടിയുടെ മുഖത്ത് ശരിക്കും ഒരു അതിശയം. അങ്ങനെയൊക്കെ സംഭവിക്കൂ? മിലിറ്റൻസിന് ആർമി അങ്ങനെ സംരക്ഷിക്കുമെന്നോ എത്രയെത്ര ആളുകളെയാണെന്നോ മിലിറ്ററി ആ ശൈലിയിൽ സംരക്ഷിച്ചത്? വളരെ വ്യക്തമായി ഒരുപാട് ഭീകരന്മാർ പല കാലഘട്ടങ്ങളിലായി മിലിറ്ററിക്ക് കീഴടങ്ങിയെന്നും അവരൊക്കെ ഇപ്പോ സാധാരണ ജീവിതം നയിക്കുന്നുവെന്നുമാണ് ലിമ ആ പെൺകുട്ടിയോട് പറയുന്നത്. അതൊക്കെ കേട്ടപ്പോ അവളുടെ മനസ്സ് ഇളകി എന്ന് ലിമയ്ക്ക് മനസ്സിലായതും അവള് ലിമയോട് പറഞ്ഞു, നമുക്ക് പോയാലോ? ലിമ കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവളുമായി വാഹനത്തിൽ തിരിച്ചു മടങ്ങി. അവളെ അവളുടെ ഷോപ്പിനടുത്ത് ഇറക്കി അവളുടെ സാധനങ്ങളും അവൾക്ക് എടുത്തു കൊടുത്തതിന് ശേഷം ലിമ നേരെ ക്യാൻറ്റീനിൽ മടങ്ങിയെത്തി. അന്ന് രാത്രി വിക്ടർക്ക് ഈ വിവരങ്ങളൊക്കെ ലിമ റിപ്പോർട്ട് ചെയ്തു. ലിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം ആ പെൺകുട്ടി വഴി ജോണിനെ പിടികൂടുക എന്നുള്ളതാണ്. ഇപ്പോ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ചില മോഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ ലിമയ്ക്ക് പറ്റിയിട്ടുണ്ട്.
കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതും വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ, നീ ശരിക്കും ശ്രദ്ധിക്കണേ. ഒരു തരത്തിലുള്ള സംശയവും നിന്നിൽ ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ശൈലിയിലുള്ള സംശയം ലിമയിൽ ഉണ്ടായാൽ ഭീകരന്മാർ ആ ക്യാൻറ്റീനിലേക്ക് എപ്പോൾ ഇരച്ചു കയറിയെന്ന് ചോദിച്ചാൽ മതി. വിക്ടർക്ക് അക്കാര്യം നന്നായിട്ട് അറിയാം. ആർമിക്ക് ലിമയെ സംരക്ഷിക്കാനുള്ള സമയം കിട്ടും മുമ്പ് ലിമയെ അവർ തീർത്തിരിക്കും. അതുകൊണ്ടാണ് വിക്ടർ അക്കാര്യം ഓരോ തവണയും ലിമയെ ഓർമ്മിപ്പിക്കുന്നത്. വിക്ടർ അങ്ങനെയൊക്കെ പറയുമ്പോഴും ലിമയുടെ മനസ്സിൽ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. തലേ ദിവസം താൻ ആ ഇംഫാലിന്റെ മനസ്സിലേക്ക് കുത്തിവെച്ച ആ കാര്യങ്ങൾ അവളെ ഇന്ന് ഉറക്കത്തില്ല. അവൾക്ക് ഉറപ്പായും ഒരു സ്വപ്നം ഉണ്ടാകും. അവളും അവളുടെ ബോയ്ഫ്രണ്ട് ജോണും ചേർന്നുള്ള ഒരു സാധാരണ ജീവിതമായിരിക്കും ആ സ്വപ്നം. ആ സ്വപ്നം അവളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായും നാളെ അവള് ലിമയെ കാണാൻ ആ ക്യാൻറ്റീനിലെത്തും. ലിമയുടെ ആ പ്രതീക്ഷ തെറ്റിയില്ല. എന്നും വരുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ ആ പെൺകുട്ടി അന്ന് ക്യാൻറ്റീനിൽ വന്നു. ക്യാൻറ്റീനിൽ വന്ന അവൾ ലിമയെ കണ്ടതും ലിമയുടെ അടുത്തേക്ക് വന്നു. ലിമ, ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ആ സാധനങ്ങളുമായി ഞാൻ പറയുന്ന സ്ഥലത്തെത്തണം. അങ്ങനെ പറഞ്ഞിട്ട് അവൾ സാധനങ്ങൾ ലിമയ്ക്ക് ഓർഡർ ചെയ്തു. ലിമ അതൊക്കെ കുറിച്ചെടുത്തതിന് ശേഷം അവൾ പറഞ്ഞ സ്ഥലത്തെത്താമെന്ന് സമ്മതിച്ചു. ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ ആ സാധനങ്ങളൊക്കെ പ്രിപ്പയർഡായി. ആ സാധനങ്ങൾ കൊടുക്കാൻ എന്ന വ്യാജേന ലിമ ആ സാധനങ്ങളുമായി ക്യാൻറ്റീനിൽ നിന്ന് പുറത്തിറങ്ങി. അല്പസമയം കഴിഞ്ഞതും ലിമ അവൾ പറഞ്ഞ സ്ഥലത്തെത്തി. ഏതാനും മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ലിമ എത്തിയത്. കാട് തുടങ്ങിയിട്ടില്ല, എന്നാൽ കാടിന്റെ ഒരു ലക്ഷണമുള്ള സ്ഥലമാണ്. ലിമയെ കാത്ത് അവൾ ഇരിക്കുകയാണ്. അവള് തലേദിവസം ലിമ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ലിമയോട് സംസാരിച്ചു തുടങ്ങിയത്. മിലിറ്റൻസ് കീഴടങ്ങിയാൽ ആർമി അവരെ ഉപദ്രവിക്കും എന്നാണ് അവൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അറിവ്. അതിന് വിരുദ്ധമായ കാര്യമാണ് തലേദിവസം ലിമ അവളോട് പറഞ്ഞത്. അത് ശരിയാണോ എന്നാണ് അവൾക്ക് അറിയേണ്ടത്. അവളുടെ ചോദ്യം കേട്ടതും ലിമ അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആയിരക്കണക്കിന് മിലിറ്റൻസ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യക്കെതിരായി പല കാലഘട്ടങ്ങളിലും പൊരുതിയിട്ടുണ്ടെന്നും അവരൊക്കെ ആർമിക്ക് കീഴടങ്ങിയതിന് ശേഷം ഇപ്പോൾ സാധാരണ ജീവിതം നയിക്കുകയാണെന്നും അവരുടെ കുട്ടികളൊക്കെ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥന്മാരായി ആർമിയിലും മറ്റ് ഏജൻസികളിലും വർക്ക് ചെയ്യുന്നു എന്നുള്ള കഥകൾ വരെ ലിമ അവളുമായി പങ്കുവച്ചു. അവള് കൗതുകത്തോടെ അത് കേട്ടിരിക്കുന്നത് കണ്ടതും ലിമ അവളോട് ചോദിച്ചു, അല്ല, ഇവിടെയും മിലിറ്റൻസ് ഉണ്ടല്ലോ, നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഫോർ നാഗാലാൻഡ് ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനയല്ലേ? അത് കേട്ടതും ആ യുവതി ലിമയോട് പറഞ്ഞു, അതിനെ നയിക്കുന്നത് ബാബയാണ്. അവൾ ബാബ എന്ന് ഉദ്ദേശിക്കുന്നത് SS ഹാപ്ലാങ്ങിനെയാണ്. SS ഹാപ്ലാങ്ങിന്റെ NSCN ഗ്രൂപ്പിലാണ് സാക്ഷൽ ജോൺ വർക്ക് ചെയ്യുന്നത്. ബാബയെക്കുറിച്ച് ലിമ ചോദിച്ചതും അവൾ ലിമയോട് പറഞ്ഞു, ബാബ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അവരുടെ അവകാശങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്ന ഭരണകൂടത്തിനെതിരെ പോരാടുകയാണ് ബാബയും ബാബയ്ക്കൊപ്പമുള്ള ആളുകളും ചെയ്യുന്നത്. അങ്ങനെ ഒരു മൈൻഡാണ് അവൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവളിൽ മാത്രമല്ല, മണിപ്പൂരിലും നാഗാലാൻഡിലും ചുറ്റുവട്ടത്തുമുള്ള ആ നാഗ വംശജരിൽ എല്ലാവരിലും ഈ ഭീകരന്മാർ സൃഷ്ടിച്ചിരിക്കുന്ന മൈൻഡ് സെറ്റ് അത് തന്നെയാണ്. നാഗന്മാരുടെ രാജ്യം എത്രയോ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്നിരുന്ന ഒന്നാണ്. മഹാഭാരത കഥയിൽ ദുര്യോധനനും അവന്റെ സഹോദരന്മാരും ചേർന്ന് ഭീമനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആ ഭീമൻ വെള്ളത്തിലുള്ള ഒഴുകിയെത്തുന്നത് ഈ നാഗന്മാരുടെ രാജ്യത്താണ്. നാഗന്മാരുടെ രാജ്യത്തടിഞ്ഞ ഭീമന്റെ ശരത്തിൽ കയറിയ വിഷം ഇറക്കി ഭീമനെ രക്ഷിക്കുന്നത് ആ നാഗന്മാരാണ്. അന്നേ ആ നാഗന്മാര രാജ്യമുണ്ട്. ആ നാഗന്മാരെയാണ് ഇപ്പോൾ പല സ്റ്റേറ്റുകളിലായി പല രാജ്യങ്ങളിലായി വിഭജിച്ചിട്ടിരിക്കുന്നത്. തിരിച്ച് അവരെല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു രാജ്യം ഉണ്ടാക്കാന്നുള്ളത് ആ നാഗന്മാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വപ്നമാണ്. ആ സ്വപ്നമാണ് അവൾ ലിമയോട് പങ്കുവച്ചത്. അന്ന് ഈ കാര്യങ്ങളൊക്കെ രാത്രി ലിമ വിക്ടറോട് സൂചിപ്പിക്കുകയും ചെയ്തു. ശരിക്കും അവളുടെ ഉള്ളിൽ ജോൺ പൊരുതുന്ന ആ ആശയത്തോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. സ്വതന്ത്ര നാഗാരാജ്യം എന്ന സ്വപ്നം അവളുടെ മനസ്സിൽ അടിയുറച്ചിരിക്കുകയാണ്. നാഗന്മാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളുകളെ മനസ്സിൽ നായകന്മാരായി കാണുകയാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ജോണിനെ പിടികൂടാൻ മിലിറ്ററിയെ സഹായിക്കില്ല. ആ കാര്യം ലിമ വിക്ടറോട് പറഞ്ഞതും വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ, അവളുടെ മനസ്സിൽ അവൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ ജോണിന് അപകടം പറ്റുമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കണം, ഒരു ഭയം അവൾക്ക് തോന്നണം. ജോണിന്റെ ജീവൻ അവൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ടതാകും. അത് നഷ്ടമാകുമെന്ന് തോന്നിയാൽ അവളുടെ ചിന്തയിൽ ചിലപ്പോൾ മാറ്റം വരും. ഒരുപാട് കാലങ്ങളായി മിലിറ്ററി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് വിക്ടർ.
വിക്ടർ യഥാർത്ഥത്തിൽ ഒരു കോഡ് നെയിമാണ്, ഒരു ഉന്നത ഉദ്യോഗസ്ഥരുടെ കോഡ് നെയിമാണ്. അദ്ദേഹം ലിമയോട് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ സൂചിപ്പിച്ചതും ലിമ ആ ശൈലിയിൽ ആ പെൺകുട്ടിയോട് ഒന്ന് ഇടപെട്ട് നോക്കാമെന്ന് വിക്ടറോട് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മാർക്കറ്റിലേക്ക് പോകാനുള്ള ടെമ്പോ വാൻ ഡ്രൈവ് ചെയ്യുന്ന ലിമയാണ്. ലിമ അതിനുവേണ്ടി ആ ഡ്രൈവർക്ക് കാര്യമായി കൈക്കൂലി ഓഫർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ലിമ ആ വാഹനവുമായി ആ പെൺകുട്ടിയുടെ ഷോപ്പിനടുത്തെത്തി. ലിമയെ കണ്ടതും അവള് ലിമയെ ഷോപ്പിനുള്ളിലേക്ക് വിളിച്ചു. ആ ഷോപ്പിലെ ഓരോ കാര്യങ്ങളും കൗതുകപൂർവ്വം നോക്കുന്ന ലിമ അവളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ആ മിലിറ്റൻസിന്റെ വിഷയം ബോധപൂർവം ലിമ കൊണ്ടുവന്നു. കീഴടങ്ങാത്ത മിലിറ്റൻസിന് ഒരു അപകടം പറ്റാൻ പോവുകയാണെന്നാണ് ലിമ ഒരു രഹസ്യം പങ്കുവയ്ക്കും പോലെ ഇംഫാലിനോട് പങ്കുവച്ചത്. എന്ത് അപകടം പറ്റാൻ പോകുന്നു? അവൾ പെട്ടെന്ന് ലിമയോട് ചോദിച്ചതും ലിമ ശബ്ദം താഴ്ത്തി അവളോട് പറഞ്ഞു, ഇന്നലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ നമ്മുടെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഒരു വൻ ഓപ്പറേഷൻ മിലിറ്റൻസിനെതിരെ ഗവൺമെന്റ് നടത്താൻ പോവുകയാണ്. മിക്കവാറും ആ ഓപ്പറേഷൻ വഴി മിലിറ്റൻസ് മുഴുവൻ കൊല്ലപ്പെടും. അങ്ങനെ പറഞ്ഞിട്ട് ലിമ ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് നോക്കുകയും ചെയ്തു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം താൻ ഇംഫാലിനോട് പങ്കുവെക്കുന്നു എന്നുള്ള ശൈലിയിലാണ് ലിമ അത് പങ്കുവച്ചത്. ലിമ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ ആ പെൺകുട്ടി ഒന്ന് പതർന്നത് ലിമയുടെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു. ലിമ അന്ന് രാത്രി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വിക്ടറോട് അവളുടെ മുഖത്ത് കണ്ട ആ ഭയം സൂചിപ്പിക്കുകയും ചെയ്തു. അത് കേട്ടതും വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ ഇനി നീ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. നീ വളരെ ഭംഗിയായി ആക്ട് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ആക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പിടിക്കപ്പെടും. ഇംഫാലിനോട് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അവർക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അവസരം ലിമയായിട്ട് ഉണ്ടാക്കരുത്. വിക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കിയതും ലിമ ശ്രദ്ധിക്കാമെന്ന് വിക്ടറോട് പറയുകയും ചെയ്തു. പിറ്റേന്ന് ക്യാൻറ്റീനിലെത്തിയ ഇംഫാൽ ലിമയെ കണ്ടതും ലിമയോട് പറഞ്ഞു, ലിമ ഞാൻ പറഞ്ഞ പാർട്ടി വരാൻ പോവുകയാണ്. ഇന്ന് രാത്രിയാണ് പാർട്ടി. ലിമ പാർട്ടി പങ്കെടുക്കാൻ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ? വളരെ ഡയറക്റ്റ് ആയിട്ടാണ് ആ പെൺകുട്ടി ആ ചോദ്യം ഉന്നയിച്ചത്. ലിമയ്ക്കാണെങ്കിൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന ശൈലിയിലാണ് കാര്യങ്ങൾ. ലിമയെ ട്രാപ്പിൽ പെടുത്താനായി അവള് വിളിക്കുകയാണോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ആ പാർട്ടിയിൽ സാക്ഷാൽ ജോണ് പങ്കെടുക്കുമോ? ജോണിനെ ഇതുവരെ ജീവനോടെ ആരും കണ്ടതായി റോയുമായോ മിലിറ്ററിയുമായോ ബന്ധപ്പെട്ട ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ജോണിനെ ആദ്യമായി ജീവനോടെ കാണാനുള്ള ഒരു ഭാഗ്യം ഇതാ തനിക്ക് ഉണ്ടാകാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും വല്ലാത്തൊരു സന്തോഷം ലിമയുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആ സന്തോഷം പെട്ടെന്ന് അങ്ങനെ പ്രകടിപ്പിക്കാനും പറ്റില്ല. ആ പെൺകുട്ടിക്ക് ഒരു തരത്തിലും സംശയം ഉണ്ടാകാൻ പാടില്ല. ലിമ കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവൾ ലിമയോട് പറഞ്ഞു, ലിമ വരുമ്പോ ഒരു കാര്യം ചെയ്യൂ. ലിമ ഇവിടെ വരുന്ന മിലിറ്ററി ഉദ്യോഗസ്ഥരൊക്കെ കാണുന്നതല്ലേ, അവർ വഴി നല്ല മദ്യം സംഘടിപ്പിക്കാൻ പറ്റൂ. പാർട്ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം വേണം. മിലിറ്ററിയുടെ കൈവശം ഇഷ്ടംപോലെ മദ്യം കാണുമല്ലോ. അത് സംഘടിപ്പിക്കാൻ വല്ല പഴുതും ഉണ്ടോ എന്നാണ് ആ പെൺകുട്ടി ലിമയോട് ചോദിച്ചത്. ലിമ ഒരു ശ്രമം നടത്താമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. അന്ന് വൈകുന്നേരം ലിമ അവളുടെ ഷോപ്പിലെത്തുമ്പോൾ ലിമയുടെ കൈവശം 3 കുപ്പിയുണ്ട്. അവന് പരിചയമുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരുമായി കണക്ട് ചെയ്ത് ക്യാൻറ്റീനിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ആ മദ്യക്കുപ്പികളെന്ന് അവൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷം. ലിമയും കൊണ്ട് അവൾ ആ മലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി തുടങ്ങി. ഇവരുടെ ഈ ക്യാൻറ്റീനും ആ കടയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ശരിക്കും നിരപ്പുള്ള സ്ഥലത്താണ്. അവിടുന്ന് താഴേക്ക് ഊടുവഴികളുണ്ട്. ആ ചെറിയ വഴികളിലൂടെയാണ് അവൾ ലിമയും കൊണ്ട് നടന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് അവർ നടന്നു കാണും. ലിമ നടന്നെത്തിയത് ഒരു വീടിന് മുന്നിലേക്കാണ്. ലിമ ചെല്ലുമ്പോൾ ആ വീടിന് മുന്നിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരെ കണ്ടപ്പോൾ തന്നെ ലിമയ്ക്ക് അവർ മനസ്സിലായി, അവര് എല്ലാം ഭീകരന്മാരാണ്, മിലിറ്റൻസ് ആണ്. പക്ഷെ ലിമയ്ക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം വിക്ടർ ലിമയ്ക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. 24 മണിക്കൂറും ലിമ റോയുടെ ഏജന്റുകളുടെ നിരീക്ഷണത്തിലാണ്. റോയുടെ ഏജന്റുകൾ മാത്രമല്ല, ആർമിയുടെ രഹസ്യ അന്വേഷണ വിഭാഗവും ലിമയ്ക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ചുറ്റുമുണ്ട്. അവിടെ ഇരുട്ടത്ത് പല സ്ഥലത്തായി അവരുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ലിമയുടെ സംരക്ഷണത്തിനായി അവർ ഇടപെടുമെന്ന് വിക്ടർ ലിമയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ്. ആ മിലിറ്റൻസിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആ കാര്യമാണ് ലിമയുടെ മനസ്സിലേക്ക് വന്നത്. ഇതൊക്കെയാണെങ്കിലും റോ ലിമയോട് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആയുധവും ലിമ കൈവശം കരുതാൻ പാടില്ല. ഗണ്ണ് ലിമയുടെ കൈവശം ഇരിക്കുന്ന കണ്ടാൽ സ്വാഭാവികമായിട്ടും ആ മിലിറ്റൻസിന് സംശയം ഉണ്ടാവും. ഒരു ക്യാൻറ്റീൻ ജീവനക്കാരന്റെ കയ്യിൽ
ഒരു കാരണവശാലും ഗണ്ണുണ്ടാകാൻ പാടില്ല. ഗണ്ണുമായി ലിമ പിടിക്കപ്പെട്ടാൽ ലിമ ആ ഭീകരന്മാരുടെ തടവിലാകാനോ അല്ലെങ്കിൽ കൊല്ലപ്പെടാനോ സാധ്യതയുണ്ട്. എന്ന് പറയുമ്പോൾ ലിമ തികച്ചും നിരായുധനായിട്ടാണ് ആ പെൺകുട്ടിക്കൊപ്പം അവിടെ വീട്ടിലേക്ക് എത്തിയെന്നാണ്. എന്നാൽ പൂർണ്ണമായും നിരായുധനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ല താനും. ലിമയുടെ ഷൂവിനടിയിൽ സോക്സിൽ ചേർത്ത് ഒരു കുഞ്ഞു കത്തി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ കത്തി അതിവേഗം എടുക്കാനും ആക്രമിയെ ഇല്ലാതാക്കാനും ലിമയ്ക്ക് നിഷ്പ്രയാസം പറ്റും. അതിൽ ശരിക്കും നന്നായി ലിമ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ കത്തി കാൽപാദത്തിൽ ചേർത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ആ കത്തിക്ക് പുറത്ത് സോക്സും സോക്സിന് പുറത്ത് ഷൂവും ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ ആ ഷൂ ഊരേണ്ടി വന്നാൽ മാത്രമേ ലിമയ്ക്ക് പ്രശ്നമുണ്ടാകത്തുള്ളൂ. ലിമ ആ മിലിറ്റൻസിനൊപ്പം ഇരുന്നതും ഇംഫാൽ ഒരു ജഗ്ഗിൽ നിന്ന് ഒരു കപ്പിലേക്ക് പതുക്കെ ഒരു ദ്രാവകം പകരുകയാണ്. ആ കപ്പ് ഏതാണ്ട് നിറയാറായതും അവൾ അത് ലിമയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന പ്രത്യേക പാനീയമാണ്, ഒന്ന് കുടിച്ചു നോക്കി. അത് കേട്ടപ്പോ ലിമയുടെ ഉള്ളൊന്ന് കാളി. അതൊരു വിഷമാണെങ്കിൽ അവൻ അവിടെ അവസാനിക്കും. ആ പാനീയം കുടിക്കണമോ വേണ്ടയോ എന്ന് ലിമ ആലോചിക്കുമ്പോഴേക്കും ആ ജഗ്ഗിൽ നിന്ന് തന്നെ മറ്റൊരു കപ്പിലേക്ക് ഇംഫാൽ ആ ദ്രാവകം പകർന്നു. അതിനുശേഷം അവള് ആ കപ്പിൽ നിന്ന് കുടിച്ചു തുടങ്ങി. അത് കണ്ടപ്പോഴാണ് ലിമയ്ക്ക് ഒരു ആശ്വാസമായത്. ലിമയും ആ കപ്പിൽ നിന്ന് പതുക്കെ കുടിച്ചു തുടങ്ങി. അത് കുടിച്ചു തുടങ്ങിയപ്പോഴാണ് ലിമയ്ക്ക് മറ്റൊരു കാര്യം മനസ്സിലാകുന്നത്. അത് വെറും ജ്യൂസ് ഒന്നുമല്ല, അത് ശരിക്കും ആൽക്കഹോളാണ്. അരി വാറ്റി ഉണ്ടാക്കിയിരിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു മദ്യമാണ് യഥാർത്ഥത്തിൽ ആ കപ്പിലേക്ക് പകർന്നു കിട്ടിയിരിക്കുന്നത്. ലിമ കുറേശ്ശെ ആ മദ്യം സിപ്പ് ചെയ്യുമ്പോൾ ഇംഫാൽ ലിമയോട് പറഞ്ഞു, ലിമ ഡിന്നറിലൂടെ കഴിച്ചിട്ടേ പിരിയാവേ. അവളുടെ ആ ആവശ്യം നിരസിക്കാനുള്ള ഒരു മോഹമാണ് അത് കേട്ടപ്പോൾ ലിമയുടെ മനസ്സിൽ ഉണ്ടായതെങ്കിലും വളരെ കാര്യമായി ഡിന്നർ കഴിക്കാൻ വിളിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാൻ ലിമയ്ക്കൊരു മാടി. ഇംഫാൽ ലിമയോട് പറഞ്ഞു, ലിമ എന്തിനാ ഷൂ കിട്ടിയിരിക്കുന്നത്, അതവിടെ ഊരിയിട്ടരെ. ഷൂ ഊരിയിടാൻ പറഞ്ഞപ്പോ ലിമ ശരിക്കൊന്നും ഞെട്ടി. ഷൂ ഊരിയാൽ ലിമയുടെ കാലിനടിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കത്തി ആരുടെയെങ്കിലും ശ്രദ്ധപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലിമ ഇംഫാലിനോട് പറഞ്ഞു, സാരമല്ല, എനിക്ക് ഷൂ ഇട്ടിരിക്കുന്നതാണ് എളുപ്പം, അതാണ് ഒരു കംഫർട്ട്. അങ്ങനെ ലിമ പറഞ്ഞതും ഇംഫാൽ ലിമയോട് ചോദിച്ചു, അല്ല ലിമ, ഈ ആർമിയുടെ ഓപ്പറേഷൻ പെട്ടെന്ന് ഉണ്ടാകുമെന്നാണ് ഞാൻ കേട്ടത്. ലിമ പറയുന്ന കാര്യം ആ മിലിറ്റൻസ് കേൾക്കുകയാണ്. ഇംഫാലിന്റെ കൂട്ടുകാരനായ ലിമ അവിടെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നും അവിടെ ധാരാളം ആർമി ഉദ്യോഗസ്ഥർ വരുന്നു എന്നുള്ള കാര്യം അവിടെ ഇരിക്കുന്ന ആ മിലിറ്റൻസിനും അറിയാം. ആ ആർമി ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ആ കാര്യങ്ങൾ ലിമ അറിഞ്ഞെന്നുള്ള കാര്യവും അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അതൊക്കെ ആ പെൺകുട്ടി ആ മിലിറ്റൻസുമായി നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലിമയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് അവർ ലിമയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നത്. ലിമയാണെങ്കിൽ ജോൺ വരുമോ എന്നുള്ള ഒരു ആലോചനയിലാണ്. ജോണിനെ ജീവനോടെ മജ്ജയിലും മാംസത്തിലും ഒന്ന് കാണാനുള്ള കൗതുകം ലിമയ്ക്കുണ്ട്. അവരെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു പ്ലേറ്റ് നിറയെ ഭക്ഷണ സാധനം അവിടെ മുന്നിലേക്ക് വന്നത്. അവരിയ്ക്കുന്നതിന് മുന്നിലുള്ള ടേബിളിൽ ആ പ്ലേറ്റ് കൊണ്ടുവച്ചപ്പോൾ ആ മിലിറ്റൻസ് ഒക്കെ ആ പ്ലേറ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനും തിന്നാനും വല്ലാത്തൊരു ഉത്സാഹം. ആ പ്ലേറ്റിൽ കൊണ്ടുവച്ച സാധനം കടല വാരും പോലെ വാരി കുറിക്കുന്ന കാഴ്ച കണ്ടതും ലിമ ഇംഫാലിനോട് ചോദിച്ചു, എന്താ അത്? അത് വണ്ട് പൊരിച്ചതാണ്. വണ്ട് പൊരിച്ചതാണ് ആ മിലിറ്റൻസ് കറുമുറെ തിന്നുന്നെന്ന് കണ്ടതും ലിമയുടെ ഉള്ളിൽ നിന്ന് ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വന്നത്. ലിമ ഒരു പരുവത്തിൽ അത് നിയന്ത്രിച്ചു എന്ന് പറയാം. അത് കണ്ടതും ഇംഫാൽ ലിമയോട് പറഞ്ഞു, ലിമ നല്ല ടേസ്റ്റാണ്, ഈ വണ്ട് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ സ്ഥിരം കഴിക്കാൻ തോന്നും. ആ വണ്ട് ഫ്രൈ ഒക്കെ ആ മിലിറ്റൻസ് കറുമുറെ എടുത്ത് തിന്നുന്ന കണ്ട ലിമ അമ്പരപ്പോടെ അവരുടെ മുഖത്തേക്കും പ്ലേറ്റിലേക്കും നോക്കുന്ന കണ്ട ഇബാംബാൽ ലിമയോട് പറഞ്ഞു, ലിമ ഇന്ന് സപ്പറിനും ഈ വണ്ട് ഫ്രൈ ആണ് പ്രധാന ഐറ്റം. അത് കേട്ടതും ലിമ എണീറ്റ് ചിരിച്ചുകൊണ്ട് ഇബാംബാലിനോട് പറഞ്ഞു, ഇബ, എനിക്ക് അത്യാവശ്യമായി മടങ്ങിപ്പോണം. ഷോപ്പിൽ എന്നെ കാണാതിരുന്നാൽ ഷോപ്പ് ഓണർ എന്നെ വഴക്ക് പറയും. അങ്ങനെ പറഞ്ഞിട്ട് ഇബാംബാലിന് അധികം സംസാരിക്കാൻ സമയം കൊടുക്കാതെ ലിമ അതിവേഗം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ആ വണ്ട് കഴിക്കാതിരിക്കാൻ വേണ്ടി ലിമ ഓടി രക്ഷപ്പെടുന്നതാണെന്ന് അത് കണ്ടപ്പോഴേ ആ മിലിറ്റൻസിനും ഇബാംബാലിനും മനസ്സിലായി. അവരെല്ലാവരും കൂടി ചിരിക്കുമ്പോഴേക്കും ലിമ അവിടെ നിന്ന് താഴോട്ടിറങ്ങി നേരെ മുകളിലേക്ക് നടന്നു തുടങ്ങി. എന്തായാലും അന്ന് രാത്രി ലിമ വിക്ടറെ കോണ്ടാക്ട് ചെയ്തു. വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ ഇനി നീ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കണം, അവളെ കാണാൻ അടുത്ത ദിവസങ്ങളിലൊന്നും നീ ചെല്ലണ്ട. വിക്ടർ പറഞ്ഞതിൻ്റെ ആ അർത്ഥം വ്യക്തമായി മനസ്സിലാക്കിയ ലിമ അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇബാംബാലിന്റെ കടയിലേക്ക് ഒരിക്കൽ പോലും പോകാതിരുന്ന ലിമ ആ ദിവസങ്ങളിൽ
അടുക്കളയ്ക്കകത്ത് തന്നെ കഴിച്ചുകൂട്ടി. പെട്ടെന്നാണ് ഒരാഴ്ചയും കടന്നുപോയത്. കൃത്യം 8 ദിവസമായപ്പോ ആ ക്യാൻറ്റീനിലേക്ക് മടങ്ങി വന്ന ഇബാംബാൽ ലിമയെ ശരിക്കും അവിടുന്ന് പിടികൂടുകയായിരുന്നു. ലിമ, കണ്ടിട്ട് എത്ര ദിവസമായി, എന്താ ഷോപ്പിലോട്ട് വരാത്തെ? കണ്ടടൻ അവൾ ചോദ്യങ്ങളുമായി ലിമ അങ്ങ് വളഞ്ഞു. അത് കേട്ടതും ലിമ അവളോട് പറഞ്ഞു, ഇബ, ഇവിടെ ഞാൻ തിരക്കിലായിരുന്നു. ഇവിടെ അനവധി ഓഫീസേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥിരമായി വന്നിരുന്നു. അതെന്താ ഒരുപാട് ഓഫീസേഴ്സ് ഇവിടെ വന്നത്? അറിയാനുള്ള ആകാംക്ഷയോടെ ഇബാംബാൽ അങ്ങനെ ലിമയോട് ചോദിച്ചതും ലിമ ഇബാംബാലിനോട് പറഞ്ഞു, അവരും മിലിറ്റൻസ് തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളിൽ ഒരുപാട് മിലിറ്റൻസ് ആണ് അവർക്ക് മുന്നിൽ കീഴടങ്ങിയത്. മിലിറ്റൻസ് കീഴടങ്ങുന്നു, എന്നിട്ട് അവർക്കിപ്പോ എങ്ങനെയുണ്ട്? അവർക്ക് എന്ത് കുഴപ്പം? അവർക്ക് നല്ല ഭക്ഷണം, താമസം, എല്ലാ സൗകര്യമുണ്ട്. അവരെയൊക്കെ സർക്കാർ ശരിക്കും പൊന്നുപോലെ സംരക്ഷിക്കില്ലേ? ലിമ അത് പറഞ്ഞപ്പോ ഇബാംബാലിന്റെ മുഖത്ത് ഒരു ടെൻഷനുണ്ട്. അവളെന്തോ ആലോചിക്കുന്ന പോലെ ലിമയ്ക്ക് തോന്നിയതും ലിമ ഇബാംബാലിനോട് പറഞ്ഞു, ഇബാം, എന്താ നീയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും മിലിറ്റൻസേ ഉണ്ടോ? അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് കേട്ടതും അവൾ അതേ എന്ന അർത്ഥത്തിൽ ലിമയൊന്ന് നോക്കി. അത് കണ്ടതും ലിമ അവളോട് പറഞ്ഞു, നോക്കൂ ഇബ, അങ്ങനെ ആരെങ്കിലും നിന്റെ പരിചയത്തിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നിനക്ക് സംസാരിക്കാനും അവരുടെ സുരക്ഷിതമായ കീഴടങ്ങൽ എളുപ്പമാക്കാനും ഞാൻ വേണമെങ്കിൽ ഈ മിലിറ്ററിയിലുള്ള ഒരാളെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഞാനുമായി ഇപ്പോൾ നല്ല ബന്ധമുണ്ട്. അദ്ദേഹമാണ് പല കാര്യങ്ങളും എന്നോട് പറയുന്നത്. അങ്ങനെ ലിമ പറഞ്ഞതും ഇബാംബാൽ സമ്മതിച്ചു. ഇബാംബാലും ലിമയും കൂടി സംസാരിച്ച് ഉറപ്പിച്ചെടുത്ത ഒരു സ്ഥലത്ത് വെച്ച് വിക്ടർ ഇബാംബാലിനെ കണ്ടു. ഇബാംബാലിന് ഒരുപാട് കാര്യങ്ങൾ വിക്ടറോട് ചോദിക്കാനുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെയും കീഴടങ്ങുന്ന മിലിറ്റൻസിന്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചാണ്. അവരുടെ ബാക്കിയുള്ള ലൈഫ് എങ്ങനെയായിരിക്കും? സർക്കാർ അവരെ ശത്രുക്കളായി കാണുമോ? ആ ചോദ്യങ്ങളൊക്കെ കേട്ടതും വിക്ടർ അവളോട് പറഞ്ഞു, എന്തുമാത്രം മിലിറ്റൻസ് സർക്കാരിന്റെ മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഇപ്പോ സാധാരണ ജീവിതം നയിക്കുന്ന സാധാരണക്കാരാണ്. അവരിൽ പലരും ഗവൺമെന്റിൽ തന്നെ പല ഉദ്യോഗത്തിലും ഇപ്പോൾ എത്തിയിട്ടുമുണ്ട്. മിലിറ്റന്റ് ആയിരുന്ന സമയത്ത് തെറ്റുപറ്റിയെന്ന് തോന്നിയിട്ടാണല്ലോ അവർ കീഴടങ്ങിയത്. അതോടുകൂടി അവരോട് സർക്കാർ അങ്ങ് ക്ഷമിക്കുകയാണ്. സർക്കാർ അവരോട് ക്ഷമിക്കുന്നു മാത്രമല്ല, അവർ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും. അത് കേട്ടപ്പോ ഇബാംബാലിന് ഒരു വല്ലാത്ത ആശ്വാസം. അവള് വിക്ടറുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ലിമ അവിടെ നിൽപ്പുണ്ട്. ലിമയുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. അവളുടെ കയ്യിൽ ഒരു കുഞ്ഞു പാനസോണിക് ഫോണുണ്ട്. അവളുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് അവിടെ കൊണ്ടു നടക്കുന്ന ഫോണാണ്. ആ ഫോണിലേക്ക് കോൾ വന്നതും അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു. അവൾ സംസാരിക്കുന്നത് മണിപ്പൂരി ഭാഷയിലാണ്. ലിമയ്ക്ക് അവൾ പറയുന്ന മണിപ്പൂരി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കുറച്ച് മണിപ്പൂരിയൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ലിമ പഠിച്ചെടുത്തെങ്കിലും പക്ഷെ അവൾ മണിപ്പൂരിൽ സംസാരിക്കുന്ന മനസ്സിലാക്കാൻ ലിമയ്ക്ക് തീരെ പറ്റിയില്ല. പക്ഷെ ഒരു കാര്യം ലിമയ്ക്ക് ഉറപ്പാണ്, അവൾ സംസാരിച്ചത് അവളുടെ ആ ബോയ് ഫ്രണ്ട് ജോണിനോടാണ്. അവളുടെ ഫോൺ സംഭാഷണം അവസാനിച്ചതും ലിമ അവളോട് ചോദിച്ചു, ഇംബാൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ലിമ, നമുക്ക് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണമല്ലോ. ലിമയുടെ ചോദ്യത്തിന് ഉത്തരമായി അവൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റാ പറഞ്ഞത്. അത് കേട്ടതും ലിമ ഇബാംബാലിനോട് പറഞ്ഞു, ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ലിമ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിൽ കൂടാം. ഇബ, അവിടെ വേണ്ട, അവിടെ ആളുകളൊക്കെ വരുന്നതല്ലേ, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കാൻ അത് ശരിയായ ഇടമല്ല. അങ്ങനെ ലിമ പറഞ്ഞതും ഇബാംബാൽ ലിമയോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ വീടായാലോ? അത് നല്ല സ്ഥലമാണ്, ഞാന് വൈകുന്നേരം നിന്റെ വീട്ടിലോട്ട് വരാം. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം വൈകുന്നേരം ലിമ ഇബാംബാലിന്റെ വീട്ടിലെത്തി. ഇതിനു മുമ്പ് ലിമ അവിടെ ചെന്നത് ഒരു രാത്രിയിൽ ഇബാംബാലിനൊപ്പമാണ്. ഇപ്പോ ലിമ എത്തിയിരിക്കുന്നത് പകൽ സമയവുമാണ്. അതുകൊണ്ട് തന്നെ ആ വീടും പരിസരവും ലിമയ്ക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റി. ഒരു ചെറിയ വീട്ടിലാണ് ലിമ എത്തിയിരിക്കുന്നത്. 1-2 ബെഡ്റൂമുള്ള മണിപ്പൂരി പാരമ്പര്യ ശൈലിയിലുള്ള ഒരു വീടാണ് അവിടെ ഉള്ളത്. ആ വീട്ടിലെ പ്രധാന ബെഡ്റൂം ഇബാംബാലിന്റെ അച്ഛനും അമ്മയ്ക്കും ഉള്ളതാണ്. ആ ബെഡ്റൂമിൽ അവരുടെ ബെഡിനടുത്തായി ഒരു ചെറുപ്പക്കാരൻ തറയിൽ ഇരിക്കുന്നത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ലിമ കാണുകയും ചെയ്തു. ലിമ ആ ചെറുപ്പക്കാരനെ നോക്കുന്ന കണ്ടതും ഇബാംബാൽ ലിമയോട് പറഞ്ഞു, അത് എന്റെ സഹോദരനാണ്, അവനൊരു ജംഗിയാണ്. മണിപ്പൂരിൽ ജംഗി എന്ന് സംബോധന ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഞ്ചാവ്, ചരസ് അങ്ങനെ തുടങ്ങിയുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച് അഡിക്റ്റ് ആകുന്ന ചെറുപ്പക്കാരെ വിളിക്കുന്ന പേരാണ് ജംഗി. ഈ ഇബാംബാലിന്റെ അനുജനും ആ ശൈലിയിൽ ജംഗിയായ വ്യക്തിയാണ്. തായ്ലാന്റും മ്യാൻമാറും ലാവോസും 3 സ്വതന്ത്ര രാജ്യങ്ങളാണ്. ഈ 3 സ്വതന്ത്ര രാജ്യങ്ങളിൽ ചേരുന്ന പ്രദേശത്തെ വിളിക്കുക സുവർണ ത്രികോണം എന്നാണ്. ഈ സുവർണ ത്രികോണമാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്പിയവും അതുപോലെ തന്നെ സിന്തറ്റിക് ഡ്രഗ്സ് ആയ മെഥാഫെറ്റമൈൻസ് ഒക്കെ ഇഷ്ടം പോലെ ആ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് സപ്ലൈ ചെയ്യപ്പെടും. 1643 കിലോമീറ്റർ മ്യാൻമാറുമായി പങ്കുവയ്ക്കുന്ന ഇന്ത്യയുടെ ആ അതിർത്തിയിലൂടെ ഇഷ്ടം പോലെ ഈ ഓപ്പിയവും സിന്തറ്റിക് ഡ്രഗ്സും സ്വാഭാവികമായും ആ
ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടക്കുകയും ചെയ്യും. അതിർത്തി കടന്ന് അങ്ങനെ ഇഷ്ടംപോലെ ഡ്രഗ്സ് നാഗാലാൻഡിലേക്കും അതുപോലെ മണിപ്പൂരിലേക്കും അനുബന്ധ വടക്കിഴക്കൻ സ്റ്റേറ്റുകളിലേക്കും എത്തും. ഇഷ്ടംപോലെ ഓപ്പിയവും അനുബന്ധ ഡ്രഗ്സും അതിർത്തി കടന്ന് ഈ സ്റ്റേറ്റുകളിലേക്ക് ഇഷ്ടംപോലെ എത്തുമ്പോൾ ചെറുപ്പക്കാർ അതിവേഗം അതിൽ അഡിക്റ്റ് ആവും. അതിർത്തി കടന്ന് വൻതോതിൽ വന്നുകൊള്ളുന്ന ആ മയക്കുമരുന്ന് 2007 ഒരു ദുരന്തം കൂടി ആ മേഖലയിൽ ഉണ്ടാക്കി വെച്ചു. അത് പടർന്നു പിടിക്കുന്ന HIV ആണ്, എയ്ഡ്സ്. ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ സിറിഞ്ച് മാറി മാറി ഉപയോഗിക്കുമ്പോൾ ഒരാൾക്ക് പിടിപെട്ട എയ്ഡ്സ് അടുത്ത ആളിലേക്ക് അതിവേഗം എത്തുകയാണ്. HIV ആ കാരണത്താൽ വൻതോതിൽ ആ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആ കാലഘട്ടത്തിൽ പടർന്നു പിടിക്കുകയുണ്ടായി. ആ എയ്ഡ്സ് ആ മേഖലയിൽ പടർന്നു പിടിക്കുന്ന അതേ സമയത്ത് ഒരുപാട് ചെറുപ്പക്കാരാണ് ഈ മയക്കുമരുന്നിന് അടിമയായി മാറിയത്. അങ്ങനെ മയക്കുമരുന്നിന് അടിമയായി മാറുന്ന ചെറുപ്പക്കാരെയാണ് ജംഗി എന്ന് വിളിക്കുക. ഇബാംബാലിന്റെ സഹോദരൻ ഒരു ജംഗിയാണെന്ന് പറഞ്ഞപ്പോൾ ഈ ചിന്തകളൊക്കെയാണ് ലിമയുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. ചോറും ചിക്കൻ കറിയുമായിരുന്നു അത്താഴത്തിന് ഒരുക്കിയിരുന്നത്. അതോടൊപ്പം ആവശ്യത്തിന് മദ്യവും ഉണ്ടായിരുന്നു. ലിമ മിലിറ്ററിക്കാരിൽ നിന്ന് കരസ്ഥമാക്കിയ മദ്യക്കുപ്പി കൂടി അവിടെ മേശപ്പുറത്ത് വെച്ചു. ആ മദ്യവും ഇബാംബാലിന്റെ വീട്ടുകാരുടെ കൈവശം ഉണ്ടായിരുന്ന മദ്യവും ഇഷ്ടംപോലെ സെർവ് ചെയ്യപ്പെടുകയാണ്. ആ മദ്യ സർക്കാർ നടക്കുമ്പോഴും ലിമ ബോധപൂർവം ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു, അധികം കഴിക്കാതിരിക്കാൻ. ലിമയുടെ ഉള്ളിൽ ഒരു സംശയമുണ്ട്. ഇബാംബാലിന്റെ ആ ബോയ് ഫ്രണ്ട് ജോണും ലിമയുടെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞു എന്ന സംശയമാണ് ലിമയുടെ മനസ്സിലുള്ളത്. ലിമയുടെ യഥാർത്ഥ ഐഡന്റിറ്റി അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ലിമയെ കൊല്ലാനായി ആ മദ്യം ഒരു ആയുധമാക്കും. മദ്യപിച്ച് ബോധം പോകുന്ന ലിമയെ ഒഴിവാക്കാൻ പിന്നെ ഇബാംബാലിന്റെ ബോയ് ഫ്രണ്ട് ജോണിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. ആ ഒരു ചിന്ത ലിമയുടെ മനസ്സിലുള്ളത് കൊണ്ട് ലിമ കയ്യിലെടുത്ത ഗ്ലാസ്സിൽ നിന്ന് ചെറുതായി ഒന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ അളവിൽ മാത്രമാണ് ലിമയുടെ ഉള്ളിലേക്ക് മദ്യം കടക്കുന്നത്. ലിമ ആ ഗ്ലാസ് അങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ലിമയുടെ കൈ ബോധപൂർവം ഒരു കാര്യം മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലിമ ആ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ വിക്ടർ ലിമയ്ക്കൊരു മൈക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആ മൈക്ക് ലിമയുടെ ഷർട്ടിനകത്തുകൂടി ലിമയുടെ ഷർട്ടിന്റെ ബട്ടൺസിന്റെ ഭാഗത്തേക്ക് പിടിപ്പിച്ചിരിക്കുകയാണ്. ആ മൈക്കിലൂടെ അവിടെ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ലൈവായി വിക്ടറിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് ലിമയുടെ ഷർട്ട് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് ലിമയുടെ ഷർട്ടിന്റെ ആ ബട്ടന്റെ ഭാഗത്തുള്ള അസ്വാഭാവികത ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയേക്കും. അതറിയാവുന്ന ലിമ അതുകൊണ്ട് തന്നെ കൈ ഉയർത്തിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആളുടെ ശ്രദ്ധ അതുകൊണ്ട് തന്നെ ലിമയുടെ ഷർട്ടിലേക്ക് വീഴ്ത്തുമില്ല. ലിമയുടെ കൈ യാദൃശ്യവശാൽ ഷട്ടിൽ കയറി തട്ടുകയാണെങ്കിലും ചിലപ്പോ ഒരു ശബ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ലിമ മദ്യപിക്കുന്ന സമയത്ത് ആ ടേബിളിന്റെ അടുത്തിരുന്നത്. ആ ഭക്ഷണവും മദ്യപാനവും ഒക്കെ കഴിഞ്ഞതും ഇബാംബാൽ ലിമയെ അവളുടെ മുറിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. നല്ല ഭംഗിയുള്ള ഒരു കൊച്ചുമുറി, അതാണ് ഇബാംബാലിന്റെ മുറി. ആ മുറിയിലേക്ക് കടന്ന ലിമ കൗതുകത്തോടെ ആ മുറിയിലെ വസ്തുക്കളൊക്കെ ഒന്ന് നോക്കി പോവുകയാണ്. ഇബാംബാലിന്റെ ഷോപ്പിൽ ലിമ കാണുന്ന പല ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ശരിക്കും ഈ ഇബാംബാലിന്റെ മുറിക്കകത്തുണ്ട്. ഇബാംബാൽ തന്നെയാണ് അതിൽ പലതും ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അപ്പോഴാണ് ലിമയ്ക്ക് മനസ്സിലായത്. പാഴ് വസ്തുക്കളെ ഭംഗിയുള്ള സാധനങ്ങളായി കൺവെർട്ട് ചെയ്യാനുള്ള അസാമാന്യമായ ഒരു ശേഷി ആ ഇബാംബാലിന് ഉണ്ടെന്ന് ആ കാഴ്ചയിൽ കണ്ട ലിമയ്ക്ക് ഉറപ്പായി. അപ്പോഴാണ് ലിമയുടെ ശ്രദ്ധ അവിടെ ഇരിക്കുന്ന 2 വലിയ മത്തങ്ങയിൽ പതിയുന്നത്. ആ മത്തങ്ങയിലും മനോഹരമായി അവൾ ചില ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. കണ്ണൊക്കെ വരച്ച് ഒരു ആളിന്റെ രൂപം മത്തങ്ങയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. അവൾക്ക് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് ശരിക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് അത് കണ്ടപ്പോൾ ലിമയ്ക്ക് തോന്നുകയും ചെയ്തു. ലിമ ആ മത്തങ്ങ തലയിൽ ഒന്ന് നോക്കിയിട്ട് അവിടെയുള്ള കട്ടിലിരുന്നു. ലിമ ഇരുന്നതും ലിമയുടെ അടുത്തായി ആ പെൺകുട്ടിയും വന്നിരുന്നു. അവള് ലിമയോട് ചേർന്നായിരിക്കുന്നത്. അവളുടെ തല ലിമയുടെ ഷോൾഡറിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ലിമയുടെ ഷോൾഡറിനോട് അവളുടെ തല ചേർത്ത് വെച്ചപ്പോൾ ലിമയ്ക്ക് ശരിക്കും ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു. ലിമ അവളോട് ചോദിച്ചു, ഏയ് ഇങ്ങനെ ഇരുന്നാൽ ആരെങ്കിലും കാണത്തില്ലേ? നിന്റെ സഹോദരൻ ഇങ്ങോട്ട് കയറി വരില്ലേ? ഏയ് അങ്ങനെ വരത്തില്ല. ഞങ്ങളുടെ രീതി അനുസരിച്ച് സഹോദരിമാരുടെ മുറി കയറാൻ പാടില്ലെന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ലിമയുടെ ഷോൾഡറിലേക്ക് കൂടുതൽ ചേർന്നിരുന്നതും ലിമ അവിടെ നിന്ന് എണീറ്റ് പുറത്തിറങ്ങി അവിടെ പുറത്ത് അവൻ ചാരി വെച്ചിരുന്ന ഷൂ എടുത്തിട്ട് അകത്തേക്ക് വന്നു. ശരിക്കും ലിമ ആ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ഷൂ ഊരി വാതിലിനടുത്ത് ചാരി വെച്ചിരിക്കുകയായിരുന്നു. ലിമയുടെ ഷോൾഡറിൽ ഇബാംബാൽ ചാരിയപ്പോൾ ഒരു അപകടം മണത്തത് കൊണ്ടാണ് ആ ഷൂ എടുത്തിടാൻ ലിമ ശ്രമിച്ചത്. ലിമ ആ ഷൂ എടുത്തിട്ട് തിരിച്ചകത്തേക്ക് വന്നപ്പോൾ ഇബാംബാൽ ലിമയോട് ചോദിച്ചു, ഏയ് ഇതെന്താ, നിങ്ങൾക്ക് ഷൂവിൽ ആരെങ്കിലും കൈവശം തന്നിരിക്കുകയാണ്? എല്ലായ്പ്പോഴും ഈ ഷൂ ആണല്ലോ ധരിക്കുന്നത്. ഏയ്
ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷൂ ആണ്. ഏയ് ലിമ, ഇത് ആരെങ്കിലും ഗിഫ്റ്റ് നൽകിയതാണോ? ആ ഗിഫ്റ്റാണ്. ഏയ് ഗേൾഫ്രണ്ടാണോ നൽകിയത്? ആ ഗേൾഫ്രണ്ടാ. ലിമ, ശരിക്കും ആ ഗേൾഫ്രണ്ട് സുന്ദരിയാണോ? ആ സുന്ദരിയാണ്. ലിമ, എന്നെക്കാളും സുന്ദരിയാണോ ആ ഗേൾഫ്രണ്ട്? ലിമ അതിനെ എന്ത് മറുപടി പറയണമെന്ന് മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ അവള് ലിമയുടെ ബോഡിയിലേക്ക് ഒന്ന് ചാഞ്ഞു. തന്റെ മുഖത്തിന് നേരെ ആ ഇംഫാലിന്റെ ചുണ്ടുകൾ അടുത്ത് വരുന്നത് കണ്ട ലിമ കണ്ണടച്ചു. അവൾ തന്നെ കിസ് ചെയ്യാൻ പോവുകയാണെന്ന് ഒരു തോന്നൽ ലിമയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ലിമ കണ്ണടച്ചത്. പക്ഷേ സംഭവിച്ചത് മറ്റൊരു കാര്യമാണ്. ഇംഫാൽ പെട്ടെന്ന് ലിമയുടെ മടിയിലേക്ക് അങ്ങ് ചാഞ്ഞു. അവള് അടിച്ച് ഫിറ്റായതുകൊണ്ട് ലിമയുടെ മടിയിൽ അവളങ്ങ് കിടന്നുപോയതാണ്. തന്റെ മടിയിലേക്ക് ചാഞ്ഞു വീണ ഇംഫാലിനെ വല്ലാത്ത കൗതുകത്തോടെ ലിമ ഒന്ന് നോക്കി. അല്പനേരം ലിമ അവളെ അങ്ങനെ നോക്കിയിരുന്നിട്ട് ലിമ അവളെ മടിയെന്നെടുത്ത് ആ കിടക്കയിലേക്ക് കിടത്തി. ഇംഫാൽ ശരിക്കും അതിവേഗതയിൽ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്ന് പറയാം. അവള് സുഖനിദ്രയിലാണെന്ന് മനസ്സിലാക്കിയതും ലിമ അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചിരുന്ന ആ ഫോണ് സാവധാനം അവളുടെ കയ്യിൽ നിന്ന് അടർത്തിയെടുത്തു. ഒരു സാധാരണ പാനസോണിക് ഫോണാണ്. ലിമ ആ ഫോണിലെ കോൾ ലിസ്റ്റ് നോക്കി. അവൾക്ക് വരുന്ന കോളുകളും അവൾ വിളിക്കുന്ന കോളുകളും നോക്കിയ ലിമ ആ നമ്പറുകളൊക്കെ കുറിച്ചെടുത്തു. അതിനുശേഷം ലിമ വളരെ വിദഗ്ധമായി ആ ഫോണ് നേരത്തെ അവളുടെ കയ്യിൽ എങ്ങനെ ഇരുന്നു അതുപോലെ ചേർത്ത് വെച്ചു. ലിമ ആ മുറി മുഴുവൻ പതുക്കെ പരിശോധിച്ചു തുടങ്ങി. ജോണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുമെന്നാണ് ലിമയുടെ പ്രതീക്ഷ. ലിമ ആ മുറി മുഴുവൻ പരിശോധിച്ചിട്ടും അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. ഇനി ആ രാത്രിയിൽ അവിടെ അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് ലിമ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ ലിമയ്ക്ക് ഒരു കാര്യം ഉറപ്പാണ്. വിക്ടർ ശരിക്കും അസ്വസ്ഥനായിട്ടുണ്ടാവും. ജോണിനെ പിടികൂടാനായി ലിമയെ നിയോഗിച്ചിട്ട് കുറെ ദിവസങ്ങളായി. ഇതുവരെയും ജോണിനെ മുഖാമുഖം കാണാൻ പോലും ലിമയ്ക്ക് പറ്റിയിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ലിമ ക്യാൻറ്റീനിൽ മടങ്ങിയെത്തിയത്. സകല ആളുകളും ഉറങ്ങിയെന്ന് ഉറപ്പായതും ലിമ അവന്റെ ആ രഹസ്യ ഫോണ് റെഡിയാക്കി വിക്ടറെ വിളിച്ചു. ഫോൺ കണക്ട് ആയതും വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ എന്തായി കാര്യങ്ങൾ? നടന്ന കാര്യങ്ങളൊക്കെ ലിമ വിക്ടറോട് പറഞ്ഞതും വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ ഇത് ഈ ശൈലിയിൽ മുന്നോട്ട് പോയാൽ പറ്റില്ല. ജോണിനെ പിടികൂടാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പദ്ധതി പാളിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾ ജോണിന്റെ ഗേൾഫ്രണ്ട് തന്നെയാണ്. അവളോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഏകദേശം ആ വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ നാളെ അങ്ങ് പോക്കാം. അത് കേട്ടതും ലിമ വിക്ടറോട് പറഞ്ഞു, ഏയ് അത് ശരിയാകത്തില്ല. നമ്മള് ഇപ്പോ അവളെ പൊക്കിയാൽ അത് ജോണിന് വ്യക്തമായ സൂചന നൽകും. ഏയ് ലിമ, നമ്മൾ ഇനിയും ജോണിനെ അങ്ങനെ നിലനിർത്തിയാൽ പറ്റത്തില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അവളെ പോകണ്ട. അവളുടെ ആ സഹോദരൻ ജങ്കി ഉണ്ടല്ലോ, അവനെ അങ്ങ് പോക്കാം. അവനെ കാര്യമായി ചോദ്യം ചെയ്താൽ ആ നിമിഷം അവൻ കാര്യങ്ങൾ പറയും. പിറ്റേ ദിവസം ഇബാമ്പലിന്റെ സഹോദരനെ രഹസ്യമായി പോക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് ലിമയും വിക്ടറും അന്ന് ഫോൺ വെക്കുന്നത്. ഇബാമ്പലിന്റെ സഹോദരൻ ആ ജങ്കിയെ കൈ കിട്ടിയാൽ അവന്റെ കയ്യിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലെന്നുള്ള ഒരു വിശ്വാസം വിക്ടർക്കുണ്ട്. വിക്ടറുടെ ആ വിശ്വാസം അതുപോലെ തന്നെ വിക്ടർ ലിമയിലേക്ക് പാർന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജങ്കിയെ പൊക്കാനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പോടു കൂടിയാണ് പിറ്റേന്ന് രാവിലെ ലിമ ഉണർന്നത് തന്നെ. രാവിലെ റെഡിയാകുമ്പോഴും ക്യാൻറ്റീനിലെ അടുക്കളയിലേക്ക് കടക്കുമ്പോഴും അടുക്കളയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലിമയുടെ മനസ്സിൽ ഇബാമ്പലിന്റെ ആ സഹോദരൻ ജങ്കിയെ പൊക്കാനുള്ള വിവിധ പദ്ധതികൾ അങ്ങനെ കടന്നു വരികയാണ്. ഒരു പദ്ധതി ആലോചിക്കും, ആ പദ്ധതിയിലെ പാളിച്ച കണ്ടെത്തുന്നതും ആ പദ്ധതി ലിമ അങ്ങ് ഉപേക്ഷിക്കും. ഉടൻ അടുത്ത ഐഡിയ ആലോചിക്കും, അത് കൊള്ളാമെന്ന് തോന്നുമ്പോഴായിരിക്കും അതിൽ എന്തെങ്കിലും പാളിച്ച കടന്ന് ഉടൻ അതും ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ അനവധി പദ്ധതികളാണ് ലിമയുടെ മനസ്സിലൂടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കടന്നുപോയത്. അവസാനം ലിമ ഒരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ഇബാമ്പലിന്റെ കട വരെ ഒന്ന് ചെല്ലുക. ആ ഉദ്ദേശത്തോടു കൂടി ലിമ ആ കട ലക്ഷ്യമാക്കി നടക്കുകയാണ്. കടയുടെ അടുത്തേക്ക് ലിമ നടന്നു വരുമ്പോ ലിമ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ കടയുടെ മുന്നിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുകയാണ്. കടയുടെ മുന്നിൽ ആൾക്കൂട്ടം കണ്ടപ്പോ ലിമ അതിവേഗം ആ കടയുടെ അടുത്തേക്ക് നടന്നു. കടയുടെ അടുത്തേക്ക് നടന്നു വരുമ്പോഴാണ് ലിമ അക്കാര്യം ശ്രദ്ധിച്ചത്. കട തുറന്നിട്ടില്ല. അത് കണ്ട ലിമ അവിടെ കൂടിയുന്ന ആളുകളോട് ചോദിച്ചു, എന്താ എന്തു പറ്റി? നീ അറിഞ്ഞില്ലേ? ഇല്ല, എന്താ കാര്യം? ഈ കടയിലെ പെൺകുട്ടിയുടെ സഹോദരൻ മരിച്ചു. ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ ആ വാചകം കേട്ട് ലിമയുടെ വാ അറിയാതെ അങ്ങ് തുറന്നു പോവുകയാണ്. ലിമയെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത തികച്ചും അമ്പരിപ്പിക്കുന്നതാണ്. ആ ചെറുപ്പക്കാരന്റെ ബോഡി ഇപ്പോ ഹോസ്പിറ്റലാണെന്ന് കൂടി കേട്ടതും ലിമ ആ ഹോസ്പിറ്റലിലേക്ക് ഓടി. ലിമ ഓടി ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്ന മുറിക്ക് പുറത്തായി സാക്ഷാൽ ഇബാമ്പാലുണ്ട്. ലിമ ഓടി എത്തുമ്പോഴാണ്
പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ് ആ ബോഡി സ്ട്രെച്ചറിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആ കാഴ്ച കണ്ട ഇബാംപാൽ ആ സ്ട്രെച്ചറിനടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് ലിമയും ഓടിയെത്തുന്നത്. ആ സ്ട്രെച്ചറിലേക്ക് നോക്കി ശരിക്കും അലറി കരയുകയാണ് ഇബാംപാൽ. അവള് വല്ലാതെ വെതുമ്പുന്നുണ്ട്. ലിമ ഓടിയെത്തി അവളുടെ ഷോൾഡർ തൊട്ടപ്പോഴാണ് ശരിക്കും അവള് ലിമയെ കാണുന്നത്. ലിമയെ കണ്ടതും അവൾ ലിമയെ കെട്ടിപ്പിടിച്ചു ഒരേ കരച്ചിൽ. ലിമ ഒരു പരുവത്തിൽ ഇബാംപാലിനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ആ സ്ട്രെച്ചറിനടുത്തേക്ക് നടന്നു. സ്ട്രെച്ചറിന്റെ അടുത്തെത്തിയ ലിമ ആ ബോഡിയെ മൂടിയിരിക്കുന്ന ഷീറ്റ് ഒന്ന് പൊക്കുമ്പോൾ ലിമ ആ കാഴ്ച കണ്ടു. ആ ചെറുപ്പക്കാരന്റെ നെറ്റിയിൽ ബുള്ളറ്റ് തുളച്ചു കയറിയ പാട് വ്യക്തമായി കാണാം. ഒരു ബുള്ളറ്റ് നെറ്റിയിലും ഒരു ബുള്ളറ്റ് കഴുത്തിലും കൊണ്ടിരിക്കുകയാണ്. ആ ബുള്ളറ്റുകൾ ഉണ്ടാക്കിയ മുറിവ് സൂക്ഷ്മമായി നിരീക്ഷിച്ച ലിമയ്ക്ക് ഒരു കാര്യം കൂടി വ്യക്തമായി. ക്ലോസ് റേഞ്ചിൽ ആരോ ആ ചെറുപ്പക്കാരനെ വെടിവെച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതും ലിമ ക്യാൻറ്റീനിലേക്ക് ഓടിയെത്തി അവന്റെ ആ ഫോൺ സംഘടിപ്പിച്ച് വിക്ടറെ വിളിച്ചു. വിക്ടർ ലൈനെ കിട്ടിയപ്പോൾ തന്നെ വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ, അത് ജോണിന്റെ എതിരാളികൾ ചെയ്തതാണ്. നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് കൗൺസിൽ ഫോർ നാഗാലാൻഡ് എന്ന ആ സംഘടന രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ ഹാപ്ലാങ് വിഭാഗത്തിന്റെ ഭാഗത്താണ് ജോൺ ഉള്ളത്. മറുഭാഗത്തുള്ള ആ മിലിറ്റൻസ് ആണ് ജോണിന്റെ ഗേൾഫ്രണ്ടിന്റെ സഹോദരനെ വകവരുത്തിയത്. ജോണിന് അവർ ഒരു താക്കീത് കൊടുത്തതാണെന്ന് വ്യക്തമാണ്. ആ കാര്യം പറഞ്ഞ വിക്ടർ ലിമയോട് പറഞ്ഞു, നമ്മള് ഇപ്പൊ ശ്രമിച്ചാൽ ജോണിനെ നമുക്ക് നമ്മുടെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും. ജോണിന് ഒരു ഭയം നൽകുവാൻ ജോണിന്റെ ഗേൾഫ്രണ്ടിന്റെ ആ സഹോദരന്റെ മരണം ഇടയാക്കിയിട്ടുണ്ടാകുമെന്നാണ് വിക്ടറിന്റെ വിലയിരുത്തൽ. വിക്ടർ പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു. ആ ജംഗിയുടെ ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞ് 24 മണിക്കൂർ കഴിയുമ്പോൾ ഇംഫാൽ ലിമയെ തേടി വന്നു. ലിമയോട് ഇംഫാൽ പറഞ്ഞു, ലിമ, എനിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആ ബോയ് ഫ്രണ്ട് ശരിക്കും ഇപ്പോ പ്രശ്നത്തിലാണ്. എന്ത് പ്രശ്നം? ആ ബോയ് ഫ്രണ്ട് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പിന്റെ ഭാഗമാണ്. എന്റെ ബോയ് ഫ്രണ്ടിന് പട്ടാളത്തിന് മുന്നിൽ കീഴടങ്ങണമെന്നുണ്ട്. അതിന് ലിമ സഹായിക്കണം. അങ്ങനെ ഇംഫാൽ പറഞ്ഞതും ലിമ ഇംഫാലിനോട് പറഞ്ഞു, ഇംഫാൽ, ഞാന് ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അവിടെ വരുന്ന ആർമി ഓഫീസേഴ്സുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ നിന്റെ ബോയ് ഫ്രണ്ട് യഥാർത്ഥത്തിൽ ഒരു മിലിറ്റന്റ് ആണെന്നുള്ള കാര്യം ഞാൻ എങ്ങനെ ഉറപ്പിക്കും? ഞാൻ എന്ത് വിശ്വാസത്തിലാണ് ആ കാര്യം എന്റെ സുഹൃത്തുക്കളോട് പറയുക? എനിക്ക് നീ നിന്റെ ആ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് ഡയറക്റ്റായി കാണണം. എന്നാൽ മാത്രമേ അക്കാര്യം എനിക്ക് ആ ആർമിയിലെ ആളുകളോട് പറയാൻ പറ്റൂ. അത് കേട്ടതും ഇംഫാൽ ലിമയോട് പറഞ്ഞു, ലിമ, എന്നാ എന്നോടൊപ്പം വാ. അങ്ങനെ പറഞ്ഞിട്ട് ഇംഫാൽ ലിമയോടൊപ്പം ആ ക്യാൻറ്റീനിൽ നിന്ന് പുറത്തിറങ്ങി. അവർ നേരെ നടന്നു പോയത് കടയുടെ അടുത്തേക്കാണ്. കടയുടെ നേരെ അവൾ നടക്കുന്ന കണ്ടപ്പോൾ ലിമയ്ക്ക് കാര്യം ഉറപ്പായി. അവളുടെ കൈവശമുള്ള ആ പാനാസോണിക് ഫോൺ ഉപയോഗിച്ച് അവൾ ജോണുമായി സംസാരിക്കാൻ പോവുകയാണ്. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ പേര് ജോൺ ആണെന്ന് ഇതിനിടയിൽ ഇംഫാൽ ലിമയോട് പറയുകയും ചെയ്തു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് നേരത്തെ കളക്ട് ചെയ്ത വിവരങ്ങളൊക്കെ 100% ശരിയാണെന്ന് തെളിഞ്ഞത് ആ നിമിഷത്തിലാണ്. കടയുടെ അടുത്തേക്ക് വന്ന ഇംഫാൽ കടയിലേക്ക് കയറാതെ അതുവഴി മുന്നോട്ട് നടന്നു. അത് കണ്ടതും ലിമ അവളോട് ചോദിച്ചു, അല്ല, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ലിമ, നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. ലിമയ്ക്ക് അതിന്റെ ഉദ്ദേശം മനസ്സിലായി. കടയിലിരുന്ന് ജോണുമായി സംസാരിക്കുന്നത് ആരുടെയെങ്കിലും ശ്രദ്ധയപ്പെട്ടാൽ അത് വിഷയമാകും. അവളുടെ വീടാണ് സുരക്ഷിതമായ സ്ഥലം. ലിമയും കൊണ്ട് ഇംഫാൽ അവളുടെ വീട്ടിലെത്തി. അവളുടെ ആ ചെറിയ പാനാസോണിക് ഫോണിലൂടെ അവൾ ജോണിനോട് സംസാരിക്കുന്ന കേൾക്കാനായി അവൾക്കൊപ്പം അവളുടെ മുറിയിലേക്ക് ലിമ കടന്നതും അവൾ നേരെ പോയത് അവിടെ ആ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ മത്തങ്ങ തലയുടെ അടുത്തേക്കാണ്. ആ മത്തങ്ങ തല മേശപ്പുറത്തെടുത്ത അവൾ അതൊന്ന് തിരിച്ച് അതിനെ അടിഭാഗം ഇളക്കിയതും ലിമ ശരിക്കും ഞെട്ടിയെന്ന് തന്നെ പറയാം. ആ അടിഭാഗം ഇളക്കിയ ഇംഫാൽ ആ മത്തങ്ങയ്ക്കകത്തുനിന്ന് ഒരു വയർലെസ് സെറ്റ് പുറത്തേക്കെടുത്തു. ആ കാലഘട്ടത്തിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഇന്ത്യയിൽ ഏറ്റവും ആധുനികങ്ങളായ വാർത്താവിനിമയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, ഒരു വൻ ഏജൻസിയാണ്. ആ ഏജൻസിയിലെ ലിമ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു വയർലെസ് സെറ്റാണ് ഇബാംപാൽ ആ മത്തങ്ങയ്ക്കകത്ത് പുറത്തെടുത്തത്. ഏറ്റവും ആധുനികമായ ഒരു അടിപൊളി വയർലെസ് സെറ്റ്. അവള് ആ വയർലെസ് സെറ്റ് ഓണാക്കി. വയർലെസ് സെറ്റ് ഓണാക്കി ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും മറുഭാഗത്തുനിന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം ലിമ കേട്ടു. ഇബ. മറുഭാഗത്തുള്ള ആ ശബ്ദം കേട്ടതും ഇബ പറഞ്ഞു, ജോൺ, സുഖമല്ലേ? അങ്ങനെ അവൾ ചോദിച്ചുകൊണ്ട് മണിപ്പൂരി ഭാഷയിൽ ഒരു സംഭാഷണം ആരംഭിച്ചു. ജോണും ഇബാംപാലും തമ്മിൽ മണിപ്പൂരി ഭാഷയിൽ വളരെ കാര്യമായി സംസാരിക്കുകയാണ്. ആ സംഭാഷണം അതുപോലെ തന്നെ ലിമ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യം
ശരിയായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ ലിമയ്ക്ക് പറ്റുന്നില്ലെങ്കിലും കുറെ കാര്യങ്ങൾ ലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ജോണിനോട് പറയുന്നത് ഒരു സിമ്പിൾ കാര്യമാണ്. അവളുടെ ഏക ബന്ധു അവളുടെ അനുജനായിരുന്നു. ആ അനുജനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി അവൾക്ക് ഈ ഭൂമിയിൽ സ്വന്തമായി ഉള്ളത് ജോണ് മാത്രമാണ്. ആ ജോണിനെ നഷ്ടപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ ജോണിനെ ഏതാണ്ട് ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ജോണിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ജോണ് ഇന്ത്യൻ മിലിറ്ററിക്ക് കീഴടങ്ങുക. ഇന്ത്യൻ മിലിറ്ററിക്ക് കീഴടങ്ങിയാൽ ജോണിനെ ഇന്ത്യ ഗവൺമെന്റ് എല്ലാ രീതിയിലും സംരക്ഷിക്കും. ജോൺ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എതിർ ഗ്രൂപ്പുകാർ പതിയിരുന്ന് ആക്രമിച്ച് ജോണിനെ വകവരുത്തും. ജോണിനെ മാത്രമല്ല അവളെയും വകവരുത്തും എന്നുള്ള കാര്യം ഇംഫാൽ പറഞ്ഞതും മറുഭാഗത്തെ ജോണിന്റെ ശബ്ദം ഒന്ന് ഇടർന്നത് ഇവിടെ ലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ തികച്ചും അസ്വസ്ഥനായെന്ന് അവനെ അടുത്ത ഡയലോഗ് വിളിച്ചു പറയുകയാണ്. അവൻ ലിമയോട് പറഞ്ഞു, ഇംഫ, നമുക്ക് ആ കാര്യം ക്രിസ്മസിന് നമ്മൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കാം. നിനക്ക് വേണ്ടി നീ പറയുന്ന എന്ത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. ജോൺ ആ കാര്യം പറയുമ്പോൾ അയാൾ അത് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അയാളുടെ ശബ്ദം വിളിച്ചു പറയുകയാണ്. അവള് ജോണുമായിട്ടുള്ള ആ സംഭാഷണം അവസാനിപ്പിച്ച് അവളുടെ ആ വയർലെസ് സെറ്റ് വീണ്ടും ആ മത്തങ്ങയ്ക്കകത്തേക്ക് വെച്ച് അതിനെ മൂടങ്ങടച്ചു. ആ മത്തങ്ങയ്ക്കുള്ളിൽ അങ്ങനെ ഒരു വയർലെസ് സെറ്റ് ഉണ്ടെന്ന് ഒരു കാരണവശാലും ഒരാൾ മനസ്സിലാക്കില്ല. അത്ര മനോഹരമായിട്ടാണ് അവൾ ആ സെറ്റ് ഒളിപ്പിച്ചത്. അവളുടെ ആ ചെയ്തികൾ കണ്ടതും ലിമ അവളോട് പറഞ്ഞു, ഇംഫാൽ, നീ ചെയ്തത് ശരിക്കും ബുദ്ധിയുള്ള ഒരു കാര്യമാണ്. മിടുക്കിയായ പെൺകുട്ടികൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അവളോട് യാത്ര പറഞ്ഞ് ലിമ അവിടെ നിന്ന് ക്യാൻറ്റീനിലേക്ക് തിരിച്ചു. ക്യാൻറ്റീനിൽ മടങ്ങിയെത്തിയ ലിമ ആ കാര്യം വിക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ക്രിസ്മസ് എത്തുമ്പോൾ ജോണ് ഇംഫാലിനെ കാണാൻ എത്തുമെന്നുള്ള കാര്യം ലിമ വഴി വിക്ടർ അറിഞ്ഞപ്പോൾ വിക്ടറിനും ശരിക്കും സന്തോഷം. അവരുടെ പ്ലാന് ഏതാണ്ട് വർക്കാവാൻ പോവുകയാണ്. ദിവസങ്ങൾ അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. ഈ മണിപ്പൂരിലെ ഇംഫാലിൽ വളരെ കുറച്ച് ക്രിസ്ത്യൻസേ ഉള്ളൂ. ഉക്രുൽ വംശക്കാരും കുക്കി വംശക്കാരുമാണ് ഇംഫാലിലുള്ള ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത്. അവരൊരു ന്യൂനപക്ഷമാണ്. എന്നാൽ ഇംഫാലിൽ നിന്ന് മുകളിലേക്ക് മലകളിലേക്ക് കയറുമ്പോൾ അവിടെയെല്ലാം കുക്കികളാണ് ഉള്ളത്. കുക്കികളുടെ താമസ സ്ഥലം ആ മലകളാണെന്ന് അർത്ഥം. താഴ്വാരത്ത് ഇംഫാലിൽ അവര് ചെറിയ ന്യൂനപക്ഷമാണ്. ആ ക്രിസ്ത്യൻ പക്ഷം ഇംഫാലിൽ ന്യൂനപക്ഷമാണെങ്കിലും അവരുടെ ആഘോഷത്തിന് ആവശ്യമായ വിഭവങ്ങളൊക്കെ അവിടെയുള്ള കടകളിൽ റെഡിയാണ്. മലകളിലുള്ള കുക്കികൾ താഴേക്കിറങ്ങി ഈ താഴ്വരയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് മൂടിക്കൊണ്ടുപോയി ക്രിസ്മസ് ആഘോഷിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ട എല്ലാ വിഭവങ്ങളും അവിടെയുള്ള ടൗണുകളിലെ കടകളിൽ ഇഷ്ടം പോലെ വന്നെത്തിയിട്ടുണ്ട്. ഡിസംബർ 25 ക്രിസ്മസിന്റെ അന്ന് ജോൺ എന്തായാലും ഇബംബാലിന്റെ വസതിയിലെത്തും. ആ കാര്യം ലിമയും വിക്ടറും തമ്മിൽ സംസാരിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഡിസംബർ 24 ക്യാൻറ്റീനിൽ ഇബംബാൽ ലിമയെ കാണാൻ എത്തിയത്. പെട്ടെന്ന് ഇബംബാലിനെ കണ്ടപ്പോൾ ലിമയ്ക്ക് ഒരു കൗതുകം. പിറ്റേ ദിവസം ജോണുമായി ഉള്ള കൂടിക്കാഴ്ചയിൽ നടക്കില്ലേ? അങ്ങനെ ലിമ ആലോചിച്ചപ്പോൾ ലിമയെ മാറ്റി നിർത്തി ഇബംബാൽ പറഞ്ഞു, ജോണ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്റെ കടയിലേക്ക് വന്നാൽ ഞാൻ ജോണുമായി അവിടെ എത്താം. 1 മണിക്കൂറിനകം അവിടെ കടയിൽ വിക്ടറുമായി എത്താമെന്ന് ലിമ അവളോട് സമ്മതിച്ചു. ലിമയും വിക്ടറും കൂടി അവിടെ കടയിൽ എത്തുമ്പോൾ അവിടെയുള്ള ജോണുമായി സംസാരിച്ച് കീഴടങ്ങുന്നതിനുള്ള ആ പ്രൊസീജിയറൊക്കെ തീരുമാനിക്കാം. വളരെ സന്തോഷത്തോടുകൂടി ഇബംബാൾ ലിമയോട് കാര്യം പറഞ്ഞതിന് ശേഷം അവളുടെ വീട്ടിലേക്ക് മടങ്ങി. അവിടെ നിന്ന് അവളുടെ ബോയ് ഫ്രണ്ട് ജോണുമായി ഉടൻ തന്നെ കടയിൽ മടങ്ങിയെത്തുകയും ചെയ്തു. ഇതിനിടയിൽ ലിമ കറങ്ങിത്തിരിഞ്ഞ് ലിമയുടെ മുറിയിലെത്തി ആ ടെലിഫോൺ കണക്ട് ചെയ്ത് വിക്ടറെ ബന്ധപ്പെട്ടു. 1 മണിക്കൂറിനകം ഇബംബാലിന്റെ കടയിൽ എത്തിയാൽ ജോണുമായി സംസാരിക്കാമെന്ന് ലിമ വിക്ടറോട് പറഞ്ഞതും വിക്ടർ അതിവേഗം എത്താമെന്ന് സമ്മതിച്ചു. ലിമ വിക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് ഫോൺ ഡിസ്കണക്ട് ചെയ്ത് അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ജോണും ഇബംബാലും അവരുടെ ആ കടയ്ക്കകത്ത് കയറി കഴിഞ്ഞു. ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമാണ് ആ കടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇബംബാൽ ആ കടയുടെ സ്ലൈഡിംഗ് ഡോറ് പിടിച്ചങ്ങിട്ടിരിക്കുകയാണ്. അവര് പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. ഇന്ത്യൻ സേനയുടെ ആളുകൾ എപ്പോൾ വരുമെന്നും അവരുടെ നടപടിക്രമങ്ങൾ എന്തായിരിക്കുമെന്നും തടവുകാലമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇബംബാലുമായി ഒന്നിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചൊക്കെ ജോണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തെ ആ സ്ലൈഡിംഗ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഇബംബാൽ ആ ഡോറ് ചെറുതായിട്ടൊന്ന് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പുറത്ത് ഒരു കൊച്ചു പയ്യൻസ് നിൽക്കുകയാണ്. ആ പയ്യൻസിനെ കണ്ടതും ഇബംബാൽ ആ പയ്യൻസിനോട് പറഞ്ഞു, കട അടപ്പാണേ, ഇന്ന് കച്ചവടമൊന്നുമില്ല. ചേച്ചി, എനിക്ക് കുറച്ച് കാർഡ് വേണം. ക്രിസ്മസ് അല്ലേ, ഇനി വേറെ കടയിലൊന്നും പോകാനുള്ള സമയമല്ല. ചേച്ചി പ്ലീസ്, ഞാൻ 2 കാർഡ് വാങ്ങിച്ചിട്ട് പൊയ്ക്കോളാം. അങ്ങനെ ആ കൊച്ചു പയ്യൻ വളരെ
താഴ്മയോട് പറഞ്ഞതും അകത്തുണ്ടായിരുന്ന ജോൺ ഇബംബാലിനോട് ആ കൊച്ചു പയ്യന് ആവശ്യമുള്ളത് കൊടുക്കാൻ പറഞ്ഞു. അത് കേട്ടതും ഇബംബാൽ ആ സ്ലൈഡിംഗ് ഡോർ ഒന്ന് തുറന്നു. സ്ലൈഡിംഗ് ഡോർ തുറന്നതും ആ പയ്യൻസ് അകത്തേക്ക് കടന്നു. അവൻ ആ കടയിലെ ക്രിസ്മസ് കാർഡുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു 3 കാർഡ് വാങ്ങിച്ചു. അതിന്റെ പണവും കൊടുത്തതിന് ശേഷം അവൻ ഇബംബാലിനോട് ചിരിച്ച് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. അവൻ നടന്നു പോകുന്നത് വല്ലാത്തൊരു കൗതുകത്തോടെയാണ് ഇബംബാൽ നോക്കിക്കണ്ടത്. ആ കൊച്ചു പയ്യൻസിനെ നോക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അവളുടെ കൊല്ലപ്പെട്ട അനുജന്റെ മുഖമാണ് കടന്നു വരുന്നത്. അവള് അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ആ ഷട്ടർ ഇടാൻ പോയതും ആ ഷട്ടറിന്റെ അകത്തേക്ക് ഒരു നീളമുള്ള തോക്ക് കയറി വന്നു. പെട്ടെന്ന് ഒരു ബാരൽ അകത്തേക്ക് കടന്നപ്പോൾ ഇബംബാൽ ശരിക്കും ഞെട്ടി. അവള് അമ്പരപ്പോടെ ആ തോക്കിലേക്ക് നോക്കുമ്പോൾ നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനും കടയ്ക്കകത്തേക്ക് കടന്നു. ഈ കാഴ്ച കണ്ട ജോണ് പെട്ടെന്ന് ഇബംബാലിനെ അകത്തേക്ക് തള്ളി. അകത്തേക്ക് ഇബംബാലിനെ തള്ളിയിട്ട് ഇബംബാലിനോട് ജോൺ പറഞ്ഞു, നീ എവിടെയെങ്കിലും ഒളിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ജോൺ ആ നിമിഷത്ത് തന്നെ ആ പൊക്കമുള്ള മനുഷ്യന്റെ നീട്ടിപ്പിടിച്ച ഗണ്ണിലേക്ക് ചാടി വീഴുകയും ചെയ്തു. കടയ്ക്കുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിരുന്ന ആ പൊക്കമുള്ള മനുഷ്യന്റെ തോക്കിൽ ജോണിന്റെ കൈ പിടിച്ചിരിക്കുകയാണ്. ആ തോക്കിന് വേണ്ടി ജോണും ആ പൊക്കമുള്ള മനുഷ്യനും പിടികൂടുമ്പോൾ ആ ഗണ്ണിൽ നിന്ന് തുരുതുര വെടിയുണ്ടകൾ ആ ഷോപ്പിന്റെ മേൽക്കൂരയിലേക്ക് പാഞ്ഞു കയറി. ഫോൾസ് റൂഫാണ് ആ ഷോപ്പിനുള്ളത്. തൽഫലമായി മുകളിൽ നിന്ന് വെടിയേറ്റ് പൊട്ടിയടർന്ന് പല സാധനങ്ങളും താഴേക്ക് വീഴാൻ തുടങ്ങി. ഈ സമയത്താണ് ലേശം പൊക്കം കുറഞ്ഞ എന്നാൽ നല്ല ഉറച്ച ശരീരമുള്ള മുഖത്ത് ഒരു പാടുള്ള ഒരു വ്യക്തി കൂടി അകത്തേക്ക് കടന്നത്. അവന്റെ കയ്യിലും ഒരു തോക്കുണ്ട്. അവൻ ആ തോക്ക് ജോണിന് നേരെ തിരിക്കുന്ന ആ നിമിഷത്തിൽ ജോൺ അവന്റെ പുറത്തേക്ക് ചാടി വീണു. ചാടി വീഴുന്നതിനിടയിൽ തന്നെ ജോൺ ശക്തമായി ആ എതിരാളിയെ ഇടിക്കുകയും ചെയ്തു. തൽഫലമായി അവൻ താഴേക്ക് വീഴുമ്പോൾ അവന്റെ തോക്ക് കയ്യിൽ നിന്ന് തെറിക്കുകയും ചെയ്തു. ഈ നിമിഷത്തിൽ ആ പൊക്കമുള്ള വ്യക്തി അയാളുടെ തോക്ക് പിടിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് ജോൺ അമാനുഷികമായ ശക്തിയോടുകൂടി ഇടതുവശത്തെ ആ തടി ഷെൽഫ് എടുത്ത് വലത്തോടൊരൊറ്റ വീശ്. ഗണ്ണ് ജോണ് നേരെ എയിം ചെയ്യാൻ ശ്രമിച്ച ആ തടിയന്റെ നെഞ്ചിന് നേരെയാണ് ആ ഷെൽഫ് പാഞ്ഞു വന്നത്. പെട്ടെന്ന് ഒരു കൂറ്റൻ തടി ഷെൽഫ് ആ തടിയുടെ പുറത്ത് ആഞ്ഞിടിച്ചതും ആ തടിയൻ ഷെൽഫിലിടിച്ച് താഴേക്ക് വീണു. ആ തടിയൻ ഷെൽഫിലടിച്ച് താഴേക്ക് വീഴുന്ന ആ നിമിഷത്തിൽ ജോൺ അകത്തേക്ക് കുതിച്ചു. ജോണ് ഇബംബാലിനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് അകത്തേക്ക് കുതിച്ചത്. പക്ഷെ ആ നിമിഷത്തിൽ ജോണിന് ഒരു വേദന അനുഭവപ്പെട്ടു. നേരത്തെ ജോണിന്റെ അടിയേറ്റ് താഴെ വീണ ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ അവന്റെ കയ്യിലെ കത്തി ജോണിന്റെ പുറത്തേക്ക് കുത്തി കയറ്റിയപ്പോഴാണ് ജോണിന് ആ വേദന അനുഭവപ്പെട്ടത്. തന്റെ ബോഡിയിൽ പെയിൻ അനുഭവപ്പെട്ട ആ നിമിഷത്തിൽ ജോണ് കാല് നിവർത്തി ഒരൊറ്റ ചവിട്ട്. കത്തി ജോണിന്റെ പുറത്തേക്ക് കുത്തി കയറ്റുകയായിരുന്ന ആ ചെറുപ്പക്കാരന്റെ വയറിലാണ് ജോണിന്റെ കാല് പതിച്ചത്. തൽഫലമായി അവൻ താഴേക്ക് വീണു. തിരിഞ്ഞ ജോണ് അവന്റെ പുറത്തേക്ക് ചാടി വീണു. ജോണും അവനുമായിട്ട് ശരിക്കും ഒരു മൽപ്പിടുത്തം തന്നെ ആ കടയ്ക്കുള്ളിൽ നടക്കുകയാണ്. ഈ സമയത്ത് ലിമയുടെ അടുത്തെത്തിയ വിക്ടർ ഇബംബാലിന്റെ കടയിലേക്ക് ലിമയെ ഒന്നിച്ച് നടന്നു വരികയാണ്. ലിമയും വിക്ടറും ഇബംബാലിന്റെ കടയ്ക്ക് ഏകദേശം ഒരു 50 മീറ്റർ അടുത്തെത്തപ്പോഴാണ് അവര് അത് ശ്രദ്ധിച്ചത്. വെടിപൊട്ടുന്ന ശബ്ദമാണ് അവർ കേട്ടത്. അമ്പരന്ന് പോയ ലിമയും വിക്ടറും പെട്ടെന്ന് അവരുടെ ഗണ്ണുകൾ വലിച്ചൂരി ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടുമ്പോൾ അവര് ഇബംബാലിന്റെ കടയ്ക്ക് മുകളിലൂടെ വെടിയുണ്ടകൾ മുകളിലേക്ക് ചിതറുന്ന ശബ്ദം കേട്ടു. അതേ സമയത്ത് അവര് ആ കാഴ്ച കൂടി കണ്ടു. തുരുതുര ആ കടയിലേക്ക് നിറയൊഴിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന മിലിറ്റൻസിനെയാണ് ലിമയും അതുപോലെ വിക്ടറും കാണുന്നത്. ആ കാഴ്ച കണ്ടതും ലിമയും വിക്ടറും പെട്ടെന്ന് റോഡിന്റെ വശത്ത് ഒളിച്ചിട്ട് ആ മിലിറ്റൻസിന് നേരെ നിറയൊഴിച്ചു തുടങ്ങി. ലിമയുടെയും വിക്ടറുടെയും കയ്യിൽ ആ സമയത്ത് ഉള്ളത് ശരിക്കും അവരുടെ സർവീസ് റിവോൾവറുകളാണ്. ആ റിവോൾവറിനകത്ത് കൊള്ളാൻ കഴിയുന്ന വെടിയുണ്ടകൾ മാത്രമേ അവരുടെ കൈവശമുള്ളൂ. അവര് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് നടക്കുന്നത്. അസാൾട്ട് റൈഫിളുകളുമായിട്ട് ആ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആ മിലിറ്റൻസിനെ ഒരു കാരണവശാലും വിക്ടറിനും ലിമയ്ക്കും നേരിടാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം അവർക്കറിയാം. പക്ഷേ ലിമയും വിക്ടറും പെട്ടെന്ന് അവർക്ക് നേരെ നിറയൊഴിച്ചതും പട്ടാളം എത്തി എന്നുള്ള ധാരണയിൽ ആ മിലിറ്റൻസ് അതിവേഗം അവിടുന്ന് പുറത്തേക്ക് ഓടി. അവര് ആ കടയുടെ പുറകുവശത്തുള്ള ചെറിയ വഴിയിലൂടെ എങ്ങോട്ടോ ഓടി മാറുകയാണ്. അവിടെയുള്ള വഴികൾ ഓരോന്നും അവന്മാർക്ക് ഹൃദ്യസ്ഥമാണ്. അവർ ഓടി മാറി എന്ന് മനസ്സിലായതും ലിമയും വിക്ടറും ഓടി കടയിലെത്തി. അവര് കടയിലെത്തുമ്പോൾ അവർ കാണുന്നത് വെടിയേറ്റ് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ആ ചെറുപ്പക്കാരനെ കണ്ടതും വിക്ടർക്ക് ആളെ മനസ്സിലായി. അത് സാക്ഷാൽ ജോണാണ്. ജോണിന്റെ പുറത്തുനിന്ന് ആ നിമിഷത്തിലും രക്തം പുറത്തേക്ക് ചീറിക്കൊണ്ടിരിക്കുകയാണ്.
ജോണിനെ നോക്കിയ ലിമ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. ജോണിന്റെ ഇടതുവശത്തായി സാക്ഷാൽ ഇബംപാൽ കിടക്കുകയാണ്. ഇതിനിടയിൽ ആ കാഴ്ച കണ്ട വിക്ടർ ഇബംപാലിന്റെ അടുത്തെത്തിയിരുന്നു. ഇബംപാലിന്റെ തല തറയുന്നു പൊക്കുമ്പോൾ തന്നെ വിക്ടർ ലിമയോട് പറഞ്ഞു, ലിമ, ഇവൾ തീർന്നു എന്ന് ലിമയോട് വിക്ടർ പറയുമ്പോൾ എന്തു പറയണമെന്നറിയാതെ ലിമ ആ ഡെഡ് ബോഡിയിലേക്ക് എങ്ങനെ നോക്കി പോവുകയാണ്. ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിതത്തെ നോക്കിക്കണ്ട ആ പെൺകുട്ടി ഇതാ നിശ്ചലയായി അവിടെ അങ്ങനെ കിടക്കുകയാണ്. അവളുടെ ബോഡി കൂടി ആ നിമിഷത്തിലും രക്തം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിക്ടർ ലിമയോട് പറഞ്ഞത്, ലിമ, ജോണിന് ജീവനുണ്ട്. വിക്ടർ അത് പറഞ്ഞതും അടുത്ത നടപടികൾ അതിവേഗം അവിടെ സ്റ്റാർട്ട് ചെയ്തു. ജോണിനെ അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജോണിനെ കൊണ്ട് വിക്ടറും ലിമയും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവിടെ എല്ലാം റെഡിയാണ്. ഓൺ ദ വേ തന്നെ വിക്ടർ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നോണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും സൈനിക ഡോക്ടേഴ്സും ഒക്കെ ഹോസ്പിറ്റലിൽ അവരെ കാത്തു നിൽക്കുകയായിരുന്നു. ശരിക്കും ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഓപ്പറേഷനുകളാണ് തുടർന്ന് ജോണിന്റെ ബോഡി നടന്നത്. ജോണിന്റെ ഭാഗ്യം അവനോടൊപ്പം ഉണ്ടായിരുന്നുകൊണ്ടാവാം അവന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ ഡോക്ടേഴ്സിനെ പറ്റി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ജോണിനെ ഒരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആർമി കാവൽ നിൽക്കുന്ന ആ മുറിക്കുള്ളിൽ ഇപ്പോ ജോണിന്റെ ബെഡിനടുത്തിരിക്കുകയാണ് കേണൽ അജയ് സിംഗ്. കേണൽ അജയ് സിംഗിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ജോൺ അജയ് സിംഗിനോട് പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോഴാണ് ഞാൻ ഉറപ്പാക്കുന്നത്. അത് കേട്ടതും അജയ് സിംഗ് ജോണിനോട് പറഞ്ഞു, ജോൺ, തെറ്റുകൾ പറ്റുക എന്നുള്ളത് മനുഷ്യ സഹജമായ കാര്യമാണ്. പക്ഷേ തെറ്റ് പറ്റിയെന്ന് തോന്നിയാൽ അത് തിരുത്തുന്നിടത്താണ് യഥാർത്ഥ മനുഷ്യൻ ജനിക്കുന്നത്. അജയ് സിംഗിന്റെ ആ വാക്കുകൾ ജോണിന്റെ ഉള്ളിൽ തറച്ചു എന്ന് ഉറപ്പാണ്. തെറ്റുകളിലൂടെയാണ് ജോൺ കടന്നുപോയിക്കൊണ്ടിരുന്നത്. തെറ്റാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ശരികൾ ചെയ്യുന്നതിനെ കുറിച്ച് ജോൺ ആലോചിക്കണമെന്നാണ് അജയ് സിംഗ് ജോണിനോട് പറയാതെ പറയുന്നത്. അജയ് സിംഗ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി എന്ന് തോന്നുന്ന ശൈലിയിൽ ജോണിന്റെ മുഖത്ത് ആ നിമിഷത്തിൽ വിരിഞ്ഞ ആ ദൃഢനിശ്ചയം വിളിച്ചു പറയുകയാണ്. ജോണിന്റെ മുഖത്ത് വിരിഞ്ഞ ആ ദൃഢനിശ്ചയം അവന്റെ പരിക്ക് ഭേദമാക്കുന്നതിന് ഒരുപാട് സഹായിച്ചു എന്ന് പറയാം. വല്ലാത്തൊരു വീറും വാശിയോടുകൂടി ഒരു ശ്രമം തന്നെ ജോൺ നടത്തിയതിന്റെ ഫലമായിട്ട് അവൻ വേഗം ആരോഗ്യം വീണ്ടെടുത്തു. ആരോഗ്യം വീണ്ടെടുത്ത ജോണ് തികച്ചൊരു പുതിയ മനുഷ്യനായി മാറുകയാണ്. ജോൺ ലിമയുടെ ഒരു സന്തത സാഹചര്യമായി മാറി. തുടർന്ന് സമാനതകളില്ലാത്ത ചില വിജയങ്ങൾ ഇന്ത്യൻ മിലിറ്ററിക്ക് നേടിക്കൊടുക്കുന്നതിൽ ജോൺ ഒരു നിർണായക പങ്കുവഹിച്ചു. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ ഭാഗമായ ലിമയും ജോണും ചേർന്ന് ആ മിലിറ്റൻസിന്റെ അനവധി താവളങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത്. ഓരോ മിഷനും കൃത്യമായി പ്ലാൻ ചെയ്യാൻ ജോണിന് അസാധ്യമായ ഒരു ശേഷി ഉണ്ടായിരുന്നു. ശരിക്കും അയാളൊരു സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് തുടക്കത്തിൽ അജയ് സിംഗ് പറഞ്ഞത് വെറുതെ അല്ല എന്ന് ഓരോ വിജയം കഴിയുമ്പോഴും ലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ലിമ അങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതും ജോണിനോട് പറഞ്ഞു, ജോൺ, നിന്റെ വിലയിരുത്തൽ പൂർണ്ണമായും ശരിയായിരുന്നു. അത് കേട്ടതും ജോൺ ലിമയോട് പറഞ്ഞു, ലിമ, എന്റെ മനസ്സിൽ ശരിക്കും ഒടുങ്ങാത്ത പക അവരോടുണ്ട്. അവർ അവസാനിപ്പിച്ചത് എന്റെ സ്വപ്നത്തെയാണ്. ലിമയ്ക്ക് ജോൺ അത് പറയുമ്പോൾ ആ രംഗം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ജോണിന്റെ കൺമുന്നിൽ വെച്ചാണ് അവന്റെ എല്ലാമായിരുന്ന ഇബംപാൽ വെടിയേറ്റ് ചിതറുന്നത്. ആ രംഗം മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജോണ് ഇന്ത്യക്ക് വേണ്ടി മിലിറ്റൻസിന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ജോണിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ലിമയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇതുവരെ ഓപ്പറേഷൻ ബ്ലാക്ക് സ്പാരോ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.